അഖിൽമാരാരിൽ ഒരു ലൈവ് വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. എന്ത് തെളിവാണുള്ളത്? തെളിവുണ്ടായി കാണിക്കണം. അപ്പോൾ ഈ ബിഗ് ബോസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 3-4 പേരേ ഉള്ളൂ. ആ 4 പേരിൽ 2 പേരെ പുള്ളി സേവ് ചെയ്തു. ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ 1-2 പേര് അവിടെ ഉണ്ടാകാം. പക്ഷേ എന്തുകൊണ്ട് ഈ വിക്ടിംസ് ഒരിക്കൽ പോലും ഒന്ന് പ്രതികരിച്ചില്ല? ഇപ്പോൾ ഈ ബിഗ് ബോസിൽ 6 സീസണിലായിട്ട് വന്നതിൽ ഇപ്പോൾ പല കേസും അപ്പോൾ അങ്ങനെയാണ്. ലാലേട്ടൻ ഒരു സാറ്റർഡേ വന്നിട്ട് അവന് ഒരു ചെറിയ എന്തോ ഒരു തെറ്റ് പറ്റിയതിന് ഇദ്ദേഹത്തിന് മെഷീൻ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. പുറത്ത് പറയാൻ കൊള്ളാത്ത രീതിയിൽ തെറി പറഞ്ഞവർ അതിനകത്തുണ്ട്. പുള്ളി ഒരു ആങ്കറാണ്. പുള്ളിയുടെ ഡ്യൂട്ടി അന്നൊരു ആങ്കറാണ്. അവിടെ സിനിമാ നടനായിട്ടല്ല പുള്ളി നമ്മൾ കാണുന്നത്, ആങ്കറാണ്. അത്രമാത്രം മെൻ്റലി തകർത്ത് അവനെ ഇല്ലാതാക്കിയത് ലാലേട്ടനാണ്. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെണ്ടിത്തരമാണത്. ഈ ലാലേട്ടനാണ് കുറ്റക്കാരൻ. നല്ലൊരു ഗെയിമർ അവിടെ ഇല്ലാതാക്കിയത് ലാലേട്ടനാണ്. ഒരിക്കലും ലാലേട്ടൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. അന്ന് സിബിന് അത്രമാത്രം മെൻ്റലി തകർത്തതിനും പുള്ളിക്കെതിരെ കേസെടുക്കണം യഥാർത്ഥത്തിൽ. ഈ സീസണിൽ ഏറ്റവും മോശം പ്രകടനമായിരുന്നു ലാലേട്ടൻ കാഴ്ചവെച്ചത്. ആദ്യം അപ്പോൾ കളയേണ്ടതാരെയാണ്? ലാലേട്ടനെ എടുത്ത് കളയണം. അതിനുള്ള ഗട്ടുണ്ടോ? ലാലേട്ടന്റെ ഭാഗത്ത് പൂർണ്ണ തെറ്റുണ്ടെന്നാണോ ഇക്ക പറയുന്നത്? 101% തെറ്റുണ്ടത്. അങ്ങനെ അഥവാ പറഞ്ഞാലും പറയില്ല. ലാലേട്ടന് പറയാനുള്ള വോയിസ് ഉണ്ടല്ലോ. ഇല്ല, ഞാനത് പറയില്ല. അവനെ എന്തും അങ്ങ് പൈസ മേടിച്ചിട്ട് കോടിക്കണക്കിന് രൂപ പുള്ളിക്ക് കിട്ടുന്നത്. അങ്ങനെ ആ പൈസയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ പിന്നെ പുള്ളിക്ക് ജനങ്ങളോട്ട് എന്താണ് കമ്മിറ്റ്മെൻറ്റ്? ജാഗു സ്പേസിൻ്റെ കമൻറ്റ് ബോക്സ് രണഭൂമിയായി മാറുമെന്ന് എനിക്കറിയാം. എനിക്കൊരു വിഷയമല്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു യോഗ്യതയുമില്ലാത്ത ചില സ്ത്രീകൾ അവസാനം വരെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ നിർത്താൻ കാരണം ഇതുകൊണ്ടാണ് അല്ലേ? ഇപ്പോൾ ഈ ഒരു സീസൺ 6ലേക്ക് വന്നപ്പോഴത്തേക്കിന് ഒരു തരംതാണ ഒരു ഷോ ആയിട്ട് മാറുന്നുണ്ടെന്ന് അഭിപ്രായമുണ്ട്. വേറെ ഷോട്ടാണ്, വൃത്തികെട്ട ഷോ. ഇത് പൂർണ്ണമായിട്ട് എൻ്റെ മോൾ ഷൈൻ ഗ്രൂപ്പിൻ്റെ കയ്യിൽ ഏഷ്യാനെറ്റ് ഇടപെടാതെ കൊടുക്കുകയാണെങ്കിൽ ഈ ഷോ വേറെ ലെവലിൽ പോയേനെ. ഈ ഗബ്രിയും ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ആഴ്ച തന്നെ ഔട്ടാക്കി വിട്ടേനെ. ഒരു കണ്ടസ്റ്റൻ്റ് എന്താകരുത് എന്നുള്ളൊരു ഉദാഹരണമാണ് ഈ 2 പേര്. എന്തെല്ലാം ആഗ്രഹിച്ചാണോ ഈ ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നത്? കിടന്നു കൊടുക്കാനല്ല വരുന്നത്. ഈ ചെണ്ടികളപ്പോഴേ ഇത്രയും ഒരു മോശം ബിഗ് ബോസ് ചരിത്രത്തിലില്ല. ഏറ്റവും നെഗറ്റിവിറ്റി പ്രചരിപ്പിച്ച ജാസ്മിനും ഗബ്രിയും ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും ഇതിനകത്ത് പ്രൈസ് കൊടുക്കാൻ പോകുന്നത്. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഫിറോസിക്കയാണ്. ഫിറോസിക്ക, സ്വാഗതം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമല്ലേ ഉള്ളൂ. കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ല എന്തൊക്കെയാണ് നടക്കുന്നത്. വിഷയങ്ങളാണ്. ഇക്കയും കുറെ കാര്യങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. കുറെ വിഷയങ്ങൾ നടക്കുന്നു. പിന്നെ തീർച്ചയായും ഇപ്പം നമ്മള് സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരുപാട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ബിഗ് ബോസിലെ കുറച്ച് കാര്യങ്ങൾ. അതിൽ ഒരുപാട് വ്യക്തികൾ വന്ന് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം അതാരൊക്കെയാണെന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പം ഇക്കയും കാണുന്നതാണ്. എല്ലാവരും വന്ന് ലൈവ് വീഡിയോ പറയുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. ബിഗ് ബോസിനെതിരെ സംസാരിക്കുന്നു. ബിഗ് ബോസിൽ അനീതി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇക്കയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ബിഗ് ബോസിൽ അനീതി നടക്കുന്നുണ്ട്? എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനെതിരെ സംസാരിക്കുക എന്നതിലുപരി തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് പിന്നെ രജിത്തേട്ടൻ. അടുത്ത സുഹൃത്താണ്. ഞാൻ ഔട്ടായി വന്നപ്പോൾ വീട്ടിൽ വരികയൊക്കെ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ അത് ആ തെറ്റിനെ മൂടി വെക്കുക എന്നുള്ളതല്ല. ഇപ്പം നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ മക്കൾ ഭാര്യ അവർ തെറ്റ് ചെയ്താൽ തിരിച്ച് ഞാനും തെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം 100% ചെയ്യുന്നത് നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നിടത്താണ് ഈ പാളിച്ചയെന്ന് പറയുന്നത്. അപ്പം എനിക്ക് 100% ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ തെറ്റുകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കണം. അതേ കണക്ക് നമ്മുടെ വീട്ടിലായാലും നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. അത് തെറ്റാണ്, എല്ലാം ശരിയൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ തന്നെ പറഞ്ഞാണ് രജിത്തേട്ടൻ്റെ ഒരു വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ്. എനിക്ക് അദ്ദേഹത്തിനോടുള്ള ആ ബഹുമാനം തന്നെ പോയി. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടിയും മാധ്യമങ്ങൾ, അതായത് ജനങ്ങൾ കാണുന്ന സാധനങ്ങൾ, ഈ മാധ്യമങ്ങളിലെല്ലാം പുള്ളി വന്ന് ഈ ബിഗ് ബോസ് സീസൺ 6നെ കുറിച്ച് വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. അത് കറക്റ്റ് തന്നെയാണ്. ഞാനും അതേ അഭിപ്രായക്കാരനാണ്. ഞാനും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഇതേ മനുഷ്യൻ ഏഷ്യാനെറ്റിന് തന്നെ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് ഇത് നല്ല, അതായത് ഒരു ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ BBC6 തന്നെ വന്നിട്ട് ഇത് നല്ല എപ്പിസോഡാണ്, നിങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്, നല്ല ഗെയിമാണ്, ഞാൻ കള്ളത്തരം പറയത്തില്ലെന്ന് അറിയത്തില്ലേ, നല്ല ഇതാണ്, പിന്നെ എൻ്റെ ജീവാത്മാവും പരമാത്മാവാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ജനിച്ചത് ഈ ബിഗ് ബോസ് കണ്ടിട്ടാണോ? ഒരു മനുഷ്യൻ ഒരു കേവലം ബിഗ് ബോസ് പോലത്തെ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ഇപ്പോൾ എനിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നേട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം വലിയ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിനെ പഠിപ്പിച്ചവർ, അദ്ദേഹത്തിൻ്റെ പേരൻസ്,
അതിനേക്കാളൊക്കെ ഭയങ്കര വാല്യൂ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ രജിത്തേട്ടൻ എന്നല്ല ഇങ്ങനെ പലരും പറയുന്നവരുണ്ട്. പക്ഷേ രജിത്തേട്ടൻ പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അമച്വർ സെറ്റപ്പ് പോലെ ഫീൽ ചെയ്തു. കാരണം എൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ് ബിഗ് ബോസ്. ഇതില്ലാതെ പുള്ളി ജനിച്ചത് തന്നെ അതിന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ഷോയാണ് ഇത് ബിഗ് ബോസ്. അതാദ്യം മനസ്സിലാക്കണം. ഒരുപാട് കണക്കുള്ള ഷോസും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ അതിനെ ആ ഒരു അർത്ഥത്തിൽ കണ്ടാൽ മതി. അല്ലാതെ നമ്മുടെ ജീവിതമാണെന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത് എത്രത്തോളം മോശമായ, അദ്ദേഹത്തിന് അറിവുള്ളൊരു മനുഷ്യൻ, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുമ്പോൾ എത്രമാത്രം കേവലമാണ്, നിസ്സാരനാണെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അപ്പം ഇങ്ങനെ ഇപ്പോൾ ഇക്ക ആദ്യം പറഞ്ഞു, ആദ്യം ഈ ഒരു അഭിപ്രായം കൊണ്ടാണ് വന്നത്, ഈ ഒരു സീസൺ 6 വളരെ മോശമാണെന്നുള്ള അഭിപ്രായമായിട്ട് വന്നൊരാൾ. ഇപ്പോഴും അതേ അഭിപ്രായമാണ് എനിക്ക്. അല്ല, രജിത്തേട്ടൻ പറഞ്ഞത് അങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ഒരു ദിവസം വന്നിട്ട് ആ അഭിപ്രായം മാറ്റി പറയുന്നത് ആരെങ്കിലുമൊക്കെ പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ തീർച്ചയായും അതിനകത്ത് അദ്ദേഹത്തിന് ഇനിയും ചാൻസ് കിട്ടാൻ വേണ്ടി, അത് നമുക്ക് ചിന്തിച്ചാൽ പോരെ, അദ്ദേഹത്തിന് ഇനിയും ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയുള്ള പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇനി വേണമെങ്കിൽ ഈ സംഭവം ഞാൻ എൻ്റെ ചാനലിൽ കൂടി, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് കുറേ പേര് വന്ന് കമൻറ്റ് വന്ന്, അത് അങ്ങനെ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് നമുക്ക് വിഷ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുമെന്ന്. അതൊന്നുമില്ല. ഞാൻ എത്ര പരിപാടിക്ക് എന്നെ വിളിച്ചിരിക്കുന്നു, കുറേ കാര്യം. അപ്പോൾ എനിക്ക് എൻ്റെ നിലപാടിൽ നിന്ന് മാറി അങ്ങനെ കുനിഞ്ഞു നിൽക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് നമുക്ക് നട്ടല്ലെന്നുള്ള സാധനമുണ്ട്. അത് വളച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് ഒരു പരിപാടി ചെയ്യാൻ പറ്റത്തില്ല. ഇതേ സീസണിൽ ഒരു ഏറ്റവും വലിയ ഉദാഹരണം പറയും. ഇതേ സീസണിലെ ഒരു കണ്ടസ്റ്റൻറ്റിന്, അതായത് ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ്, ആ കണ്ടസ്റ്റൻറ്റിന് ആഴ്ചയിൽ 3 ഈ ഇൻസ്റ്റാഗ്രാമിൽ ക്യാപ്സൂൾ വെച്ച് ചെയ്യണം, അദ്ദേഹത്തെക്കുറിച്ച് പുകഴ്ത്തി. ഒരു ക്യാപ്സൂളിന് 10,000 രൂപ വെച്ച് എനിക്ക് തരും എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് നോക്കിയാൽ ആകെപ്പാടെ 5,000 രൂപ ചിലപ്പോൾ കാണത്തുള്ളൂ. സാമ്പത്തികമായിട്ട് വളരെ ടൈറ്റാണ് ഞാൻ. പക്ഷേ ഈ പണി ചെയ്ത് ആ കാശ് എനിക്ക് വേണ്ട. കഷ്ടപ്പെട്ടാൽ ഇങ്ങനെ അന്തസ്സില്ലാത്ത, കാരണം ഒരിക്കലും ഇപ്പം നല്ലൊരു കണ്ടസ്റ്റാണ് നമുക്ക് പറയാം, അയാളൊന്നും ഇവിടെ പ്രൊമോട്ട് ചെയ്യാം. പക്ഷേ ഇത് വേസ്റ്റ് ഒരു കണ്ടസ്റ്റിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ നിലപാട് പോലും എനിക്ക് എന്നോട് ചെയ്യുന്നൊരു പുച്ഛമായിട്ട് അത് തോന്നുവാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യം, അപ്പോൾ ഞാൻ ആ കാഴ്ചപ്പാടിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ പറയണം, ഇപ്പോൾ ഇങ്ങനെ പുറത്ത് നട്ടല് നോർത്ത് ഇത്രയും ജനങ്ങളടുത്ത് പറയുകയാണ്, ജനങ്ങളുടെ ഒരു പ്രതിനിധിയാണ് പുള്ളി, മനസ്സിലായി. അപ്പോൾ പുള്ളി അന്നേരം പറയണം, ഏഷ്യാനെറ്റിൽ ആര് വിളിച്ചാലും ശരി, എൻ്റെ നിലപാട് ഇതാണ്, ആ ഷോ കൊള്ളില്ല. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. അല്ലാതെ ചുമ്മാ വന്ന് സൂചിപ്പിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അതാണ് അന്തസ്സെന്ന് പറയുന്നത്, മനസ്സിലായി. അപ്പോൾ ഈ ഏഷ്യാനെറ്റിൽ നിന്ന് തന്നെ പല പ്രോഗ്രാമിൽ എന്നെ വിളിച്ചിട്ടുണ്ട് ബിഗ് ബോസിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഫിറോസിക്ക് എന്താണ് അവരോട് സംസാരിക്കാറുള്ളത്? ഇല്ല, ഞാൻ പറയും, ഞാൻ വളരെ മോശമാണ്. കാരണം ഞാൻ ഓൾറെഡി ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്. എനിക്ക് പറയാൻ പറ്റില്ലെന്ന് തന്നെ പറയും. അതാണ് അന്തസ്സ്. എന്തായാലും നമ്മൾ വിഷയം ചെയ്യുമ്പോഴത്തേക്ക് കൊള്ളില്ല എന്ന് വിളിച്ച് പറയാൻ പറ്റത്തില്ല. അത് ചെയ്യാതിരിക്കുക, അതാണല്ലോ ഒരു നിലപാടെന്ന് പറയുന്നത്. ഇതിപ്പോൾ അവിടെ ചെന്നിട്ട് പുള്ളിക്ക് ഇനിയും ഷോ കിട്ടുക, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും ഷോ കിട്ടാൻ വേണ്ടിയിട്ടും ലാലേട്ടനെയും അവിടെയുള്ള ഇൻ ഹൗസിലുള്ള ആൾക്കാരെ പുകഴ്ത്തി പറഞ്ഞ് ആ ഒരു സ്ട്രാറ്റജി, അതൊരു നല്ല നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പം ഈ നമ്മൾ അഖിൽമാരാറിൻ്റെ ഒരു ലൈവ് വീഡിയോ ഒക്കെ കണ്ടായിരുന്നോ? അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലുമൊക്കെ സത്യമുള്ളതായിട്ട് തോന്നുന്നു? അതിൽ സത്യവുമുണ്ട്. സത്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്ത് പ്രധാനമായിട്ട് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ പല സ്ത്രീകളും പിന്നെ കിടന്നു കൊടുത്തിട്ടാണ് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് ബിഗ് ബോസിൽ വന്ന് എന്നുള്ളത്. പക്ഷേ ഞാനത് എല്ലാവരും അങ്ങനെയാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, മനസ്സിലായി. ഈ കിടന്ന് കൊടുത്തെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം എൻ്റെ മോൾ ഷൈൻ ഗ്രൂപ്പിനെ പറയുന്നില്ല. എൻ്റെ മോൾ ഷൈൻ ഗ്രൂപ്പ് എന്ന് 2 പേരാണ് ഇത് ചെയ്യുന്നത്, ഒന്ന് ഏഷ്യാനെറ്റും എൻ്റെ മോൾ ഷൈൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മോൾ ഷൈൻ ഗ്രൂപ്പിനെ കുറിച്ച് ആരെയല്ല പുള്ളി പറയുന്നത്, ആ ലൈവിൽ പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ. എൻ്റെ മോൾ ഷൈൻ ഗ്രൂപ്പിനെ മാറ്റാം, പിന്നെ ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നവരെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബിഗ് ബോസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 3-4 പേരേ ഉള്ളൂ. ആ 4 പേരിൽ 2 പേരെ പുള്ളി സേവ് ചെയ്തു. ഒരു കിഷൻ കുമാർ എന്ന് പറഞ്ഞാലും പിന്നെ വേറൊരാളെയും, അവർ നല്ലവരാണ് അവരല്ലെന്ന് പറയും. പിന്നെ ആകെയുള്ള 2 പേരാണ്. ഒന്ന് നമ്മൾ ചുമ്മാ സെർച്ച് ചെയ്താൽ മതി, ബിഗ് ബോസ് ഏഷ്യാനെറ്റിൽ ഇതാരാ ചെയ്യുന്നത്, പ്രൊഡ്യൂസർ ആരാണ്, അതിൻ്റെ PR ആരാ, അല്ലെങ്കിൽ മറ്റേതാരാ, ഇതെന്നുള്ളത് സെർച്ച് ചെയ്താൽ ഈസി ആയിട്ട് വരും. അപ്പോൾ കുറച്ച് പേരുകളെ വരത്തുള്ളൂ. അതിൽ നിന്ന് 2 പേരെ സേവ് ചെയ്താൽ ഞാൻ 2 പേരെ ഈസി ആയിട്ട് ആരാന്ന് മനസ്സിലാകും. ഒരു ലൂപ്പ് ഹോൾ ഇട്ടിട്ടാണ് പറയുന്നത്. അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ബിഗ് ബോസുമായിട്ട് റിലേറ്റഡ് ആയിട്ടല്ല ഏഷ്യാനെറ്റിലേക്ക് വന്നത്. അതിന് മുന്നേ തന്നെ ഞാനൊരു ഡേഞ്ചറസ് ബോയ്സ് എന്ന് പണ്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസറായിട്ട് ചാനലിൽ കയറിയ ഒരാളാണ്, ഏഷ്യാനെറ്റിൽ കയറിയ ആളാണ്. അപ്പോൾ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ച് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അവിടെ ചെറിയൊരു അലിഗേഷൻ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ സ്ത്രീ വിഷയത്തിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ എടുത്ത് പുറത്ത് കളയൂ എന്നുള്ളത് 100%. ഒരു സീനിയർ പ്രൊഡ്യൂസർ, ഏഷ്യാനെറ്റ് തുടങ്ങിയ കാലം മുതലുള്ള ഒരു സീനിയർ പ്രൊഡ്യൂസറെ, അതായത് ഇന്ന് അവിടുത്തെ നമ്പർ 1 പൊസിഷനിൽ ടീം ഹെഡായിട്ടിരിക്കേണ്ട ഒരാളാണ്. പക്ഷേ അയാൾ ഒരു ആങ്കറിനോട് അപമര്യാദയായി പെരുമാറിയതുകൊണ്ട് എടുത്ത് പുറത്ത് കളഞ്ഞിട്ടുണ്ട്. ആ സംഭവമൊക്കെ അവിടെ ഉള്ളതാണ്. അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്.
അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നീറ്റായിട്ട് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ 1-2 പേര് അവിടെ ഉണ്ടാകാം. പക്ഷേ എന്തുകൊണ്ട് ഈ വിക്ടിംസ് ഒരിക്കൽ പോലും ഒന്ന് പ്രതികരിച്ചില്ല? ചെറിയൊരു അലിഗേഷൻസ് ഉണ്ടെങ്കിലും ഇവരെ അവിടുന്ന് പുറത്ത് കളയും. ഏഷ്യാനെറ്റിനെ സംബന്ധിച്ച് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ആരുടെ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു സ്ഥാപനമാണത്. ആരുടെ കമ്മിറ്റ്മെൻ്റ് ഇല്ല, അവർ തീർച്ചയായിട്ടും എടുത്ത് പുറത്ത് കളയും. അപ്പോൾ ഈ അലിഗേഷൻ ഉള്ള അല്ലെങ്കിൽ ഈ വിക്ടിംസ് എന്തുകൊണ്ട് അഖിൽ മാരാർ പറയുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് പലരും ഇത് അഖിൽ മാരാർ പറഞ്ഞപ്പോഴത്തേക്കായി എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് 1-2 പേര് മറ്റോ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ അപ്പോൾ ഈ ബിഗ് ബോസിൽ 6 സീസണിലായിട്ട് വന്നതിൽ ഇപ്പോൾ പല ഗേൾസും അപ്പോൾ അങ്ങനെയാണോ? പക്ഷെ അഖിൽ അതിൽ പറയുന്നത് എല്ലാവരെയും ജനറലൈസ് ചെയ്തല്ല പറയുന്നതെന്നാണ്. കുറച്ച് പേരുടെ കാര്യം മാത്രമാണ് പറയുന്നത്, എല്ലാ സ്ത്രീകളെ പറ്റി അല്ല പറയുന്നതെന്ന് അഖില് പിന്നീട് ഒരു വീഡിയോക്കകത്ത് എല്ലാ സ്ത്രീകളെയും കുറിച്ചല്ല. പക്ഷെ അങ്ങനത്തെ സ്ത്രീകൾ അങ്ങനെ ബിഗ് ബോസിൽ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടന്നു കൊടുക്കുന്നവരെ മാത്രമാണ് ജയിപ്പിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ എന്തൊക്കെ ഫേവർ ചോദിക്കുന്നുണ്ട്, ഫേവർ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇങ്ങനെ സെക്ഷുവലി ഫേവർ ചെയ്യുവാണെങ്കിൽ ജയിപ്പിക്കാം, അല്ലെങ്കിൽ പൈസ തരുവാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഫേവർ ചെയ്യാം, മുമ്പോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയാണ് ആ 2 വ്യക്തികൾ പറയുന്നത്. അല്ലെങ്കിൽ അവിടുന്ന് കുറച്ച് ആൾക്കാർ പറയുന്നതാണ് അഖിലിന്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ 6 സീസൺ തന്നെ എടുത്തോ, ഓരോ സീസണിലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ഈ സ്ത്രീകൾ അവസാന ഘട്ടം വരെ ഉണ്ടാവുമെന്ന്. കാരണം അതിലെ ഏറ്റവും മോശം കണ്ടസ്റ്റന്റ്, ഒരു കണ്ടന്റും തരാത്ത ഒരു അവസാനം വരെ നിൽക്കുന്നുണ്ട്. ആരൊന്നും പേര് പറയുന്നില്ല, എനിക്ക് വ്യക്തമായിട്ട് അല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ജനങ്ങൾ തന്നെ പറയുന്ന കാര്യമാണ് ഓരോ സീസണിലും ഇത്രയും ഈ ഒരു യോഗ്യതയുമില്ലാത്ത ചില സ്ത്രീകൾ അവസാനം വരെ ഉണ്ടാകും. മനസ്സിലായി? അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാ സീസണിലും ഉണ്ട് അങ്ങനെയുള്ളവർ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഇങ്ങനെ നിർത്താൻ കാരണം ഇതുകൊണ്ടാണ് അല്ലേ? അല്ല, അങ്ങനത്തെ എന്തെങ്കിലും അട്ടിമറി ഫിറോസ് ഖാന്റെ സീസണിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എല്ലാ സീസണിലും അട്ടിമറികളുണ്ടല്ലോ. കാരണം എൻ്റെ സീസണിൽ ഏറ്റവും മോശം ഒരു കണ്ടസ്റ്റന്റ് അല്ലേ വിൻ ചെയ്തത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു, കാരണം ആദ്യത്തെ ഞാൻ ഇറങ്ങുന്നത് വരെയും അദ്ദേഹം ഐസ് ബാഗ്സ്, മണിക്കുട്ടൻ ഐസ് ബാഗുമായിട്ട് മറ്റേ കാല് വയ്യാതായിരുന്നു പുള്ളിയോട് വന്ന് തടവി ഇരുന്നതാണ്. അത് പുള്ളിക്ക് വേണ്ടി ഒരിക്കലും കളവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഞാൻ ഇറങ്ങിയതിന് ശേഷം ഇപ്പം ഞാൻ എന്നെ പുകഴ്ത്തി പറയുകയൊന്നുമില്ല, നമ്മൾ അന്തസ്സായിട്ട് അവിടെ കട്ടിക്ക് പണി ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്രയും ഈ 2 മാസത്തോളം സ്ക്രീൻ സ്പേസ് നമുക്ക് കാണുന്നത്. അത് അഹങ്കാരം കൊണ്ട് പറയുന്നില്ല, നമ്മൾ പണിയെടുത്തിട്ട് തന്നെ പറഞ്ഞാൽ ഈ സമയത്ത് ബാക്കിയുള്ളവർ പണിയെടുക്കാതിരുന്നവരവിടെ ഉണ്ട്. പക്ഷേ ഞാൻ ഇറങ്ങിയപ്പോഴും ഞാൻ നിന്നപ്പോൾ ഓക്കെ നമ്മൾക്കാണെന്നുള്ള രീതിയിൽ തന്നെ ആക്കി. പക്ഷേ ഞാൻ ഇറങ്ങിയതിന് ശേഷവും ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിംപിൾ ബാൽ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവൾക്കാണ്, കാരണം അവൾ ഭയങ്കരമായി ഗെയിം ചെയ്ത ഒരു ആളാണ്. പിന്നെയും ഉണ്ട് ആൾക്കാർ. എന്തിന് കിടിലം ഫിറോസ് പോലും ഇവർക്ക് ആർക്കും കൂടുതൽ കൊടുക്കാമായിരുന്നു, കിടിലം ഫിറോസിന് പോലും. പക്ഷേ ഈ മണിക്കുട്ടനൊന്നും ഒരിക്കലും അതിൽ അർഹനല്ല. ഞാൻ അവനൊക്കെ ആദ്യത്തെ 30ാമത്തെ ദിവസം പോകേണ്ടുള്ള ഒരാളൊക്കെയാണ് ലാസ്റ്റ് വരെ കൊണ്ടത്. അപ്പോൾ അതിലൊക്കെ ഇത് ഏഷ്യാനെറ്റിൻ്റെ ഇൻഫ്ലുവൻസിലോ അല്ലെങ്കിൽ അത്തരക്കാരുടെ ഇൻഫ്ലുവൻസ് അതിലുണ്ടാവും. ആക്ച്വലി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്ന് പറയുന്നത് മനക്കട്ടി ഉള്ളവരുടെ ഷോ ആണ്. അതങ്ങനെയാണ് ഷോ, ഓരോന്നിനും ഓരോ പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം തന്നെ ഈ മണിക്കുട്ടൻ, ഞങ്ങളുടെ സീസണിൽ മണിക്കുട്ടൻ കരഞ്ഞുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല പോകുന്നതെന്ന് പറഞ്ഞാൽ പുറത്തു പോയിട്ട് പിന്നെയും കൊണ്ടിരുന്ന ഒരാൾക്ക് പ്രൈസ് കൊടുക്കുക എന്ന് പറയുന്നത് ഇത്രയും ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ലേ? അവിടെ ശക്തമായിട്ട് അത്രയും ദിവസവും എല്ലാ വേദനകളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സഹിച്ച് നിൽക്കുന്ന ഒരാൾക്ക് പ്രൈസ് കൊടുക്കാതെ ഒരാളെ കരഞ്ഞ് പുറത്തുകൊണ്ട് ഒരു ഗെയിമും ചെയ്ത് ഞാൻ അടിച്ചു പറയാം. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. നിങ്ങളല്ലെങ്കിൽ എപ്പിസോഡുകൾ എടുത്ത് നോക്കൂ, എനിക്ക് അവിടെ നിന്ന് ഇതുകൊണ്ട് അറിയാം. മണിക്കുട്ടനൊന്നും ഒരിക്കലും അതിന് ഇതല്ല. മനസ്സിലായി? അപ്പോൾ ഇവിടെ ചില ഗെയിമുകളുണ്ട്. ആക്ച്വലി ഇത് സ്ക്രിപ്റ്റഡ് അല്ലാത്തൊരു ഷോ ആണ് ബിഗ് ബോസ്. പക്ഷേ അവർക്കൊരു ഗെയിമുണ്ട്, സ്ട്രാറ്റജി ഉണ്ട്. ഗെയിം നമുക്കൊരു ഗെയിമുണ്ട്, ആ ഗെയിം കഴിഞ്ഞിട്ട് അവർക്കൊരു ഗെയിമുണ്ട്. ബിഗ് ബോസ് ടീമിനൊരു ഗെയിമുണ്ട്. അവിടെ തന്നെ ഈ എൻ്റെ മോൾ ഷൈൻ ഗ്രൂപ്പും ഏഷ്യാനെറ്റും തമ്മിൽ അവിടെ ഒരു സ്പർദ്ധയുണ്ട്. മനസ്സിലായി? അവർ തമ്മിലൊരു ഇന്നയാളെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിലൊരു വഴക്കുണ്ടാവാറുണ്ട്. അങ്ങനെയാണ് ഈ എൻ്റെ മോൾ ഷൈൻ ഗ്രൂപ്പിലെ ഒരു മെയിൻ കക്ഷി ഈ ഷോ ഇപ്രാവശ്യം ഈ 6ാമത്തെ സീസണിൽ ഇട്ടിട്ട് പോയി കളഞ്ഞു. കാരണം ഏഷ്യാനെറ്റിൻ്റെ ഇവരുടെയൊക്കെ ആവശ്യമില്ലാത്ത ഇൻഫ്ലുവൻസ് ഇതിലുണ്ട്. ഇവരെ പ്രഷർ ചെയ്യുകയാണ്. ആക്ച്വലി ഈ മലയാളത്തിലുള്ള ഇങ്ങനെ ഈ ചാനൽ ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഞങ്ങൾ വിചാരിക്കുന്നവർ കയറണം, അല്ലെ ഇവരിങ്ങനെ ഔട്ടാക്കുക, പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം പോർട്രേറ്റ് ചെയ്യും ഓരോ കഥാപാത്രങ്ങൾ. നമ്മൾ ചെയ്യുന്ന ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ എന്നെ വില്ലനായിട്ട് അവതരിപ്പിക്കണോ നായകനായിട്ട് അവതരിപ്പിക്കണോ എന്നുള്ളത് അവർ തീരുമാനിക്കും. നമ്മളെ കുറച്ച് വേയിൽ അവർക്ക് മനസ്സിലാവും ഇവൻ്റെ കണ്ടൻറ്റ് ഇങ്ങനെയൊക്കെയാണ്, ഇവനെ അപ്പം ഇങ്ങനെ അവതരിപ്പിക്കാം. അങ്ങനെ ഒരു സംഭവം അവർക്ക് ഗെയിമുണ്ട്. ഇതൊക്കെ നമ്മൾ ഒപ്പിട്ടിട്ട് തന്നെ കയറുന്നത്. അപ്പോൾ ഈ ഗെയിം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഇപ്പം ഏഷ്യാൻ്റെ ടീം ആയിക്കോട്ടെ, അവർ പറയും കണ്ട ഇവൻ ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് പ്രഷർ കൊടുക്കും.
മെയിൻ ഒരാളുണ്ടല്ലോ, അവർക്ക് പ്രഷർ കൊടുത്തിട്ട് അവരെ ട്വിസ്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കും. അവിടേക്കാണ് വിഷയം. ഈ വേൾഡിൽ കംപ്ലീറ്റ് നടക്കുന്ന ബിഗ് ബോസിൽ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ചാനൽ ഇടപെട്ട് ഇത്രയും വൃത്തികേടാക്കുന്നത്. മറ്റേത് എൻ്റെ മോൾ ഷൈൻ ഗ്രൂപ്പ് എന്ന് പറയുന്നവർക്കാണ് കംപ്ലീറ്റ്, കാരണം അവർ ഗംഭീരമായിട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ്, ക്രിയേറ്റീവായിട്ട്. അപ്പോൾ അവരെ ആവശ്യമില്ലാതെ അവരുടെ ഇടയ്ക്ക് ചില വ്യക്തികളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ട് ഈ ഷോയെ കുളവാക്കുന്നത് ഈ ഏഷ്യാനെറ്റിൻ്റെ ഇങ്ങനെയുള്ള ചില ആൾക്കാരാണ്. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്. അവർക്ക് എന്തായാലും ഇതാർക്ക് കൊടുക്കണം, ഇതാർക്ക് കൊണ്ടുവരണം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒട്ടും കഴിവില്ലാത്ത പലരെ 100 ദിവസം വരെ നിർത്തിയിരിക്കുന്ന എന്തിൻ്റെ ഇതുകൊണ്ടാണ്, അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ഇതുകൊണ്ടാണ്. മനസ്സിലായേ? അതെനിക്ക് വിൻ ചെയ്യുന്നവരെല്ലാം ഒറിജിനലായിട്ട് വിൻ ചെയ്യാൻ അർഹപ്പെട്ടതാണ്. ഞാൻ ദിൽഷയൊന്നും ഒരിക്കലും വിൻ ചെയ്യാൻ അർഹതയുള്ളൊരു കുട്ടിയല്ല, ഞാൻ എപ്പോഴും പറയാതെ. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? ഗെയിം കളിക്കാത്തതുകൊണ്ട്. ഇത് ഗെയിം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഗെയിമായിട്ട് കളിച്ചാലല്ലേ നമുക്കറിയോ. നമ്മളൊക്കെ എപ്പിസോഡിൽ ഇരുന്ന് കാണുന്നില്ല, അപ്പം നമുക്കറിയാം ആരാ ഗെയിം കളിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ ഗെയിം കളിക്കുന്നവർക്ക് കൊടുക്കണം. എനിക്കിപ്പോൾ അതിനകത്ത് ആരും വ്യക്തിപരമായിട്ട് എൻ്റെ സ്വന്തക്കാരും എൻ്റെ ബന്ധുക്കാരും എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളും ഒന്നുമല്ല, ഞാൻ ഉള്ളത് പറയുകയാണ്. കാരണം ഇത് ആ ഗെയിം കളിക്കുന്നവർ കഷ്ടപ്പാടാണ് ഗെയിം കളിക്കാൻ. ഇത്രയും അവർ കരയാതെയും അല്ലെങ്കിൽ അവർ എല്ലാം പിടിച്ചു നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഗെയിം ചെയ്യുമ്പം അവർക്ക് കൊടുക്കാതെ ഒരു കാര്യമില്ലാതെ നെഞ്ചത്തടിച്ച് കാര്യം ഞാൻ പുറത്തു പോകാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നവരെ പിടിച്ചു നിർത്തിയിട്ട് പ്രൈസ് കൊടുക്കുക എന്ന് പറയുന്നത് എന്തിൻ്റെ പേരിലാണ്? അത് മനസ്സിലാവുന്നില്ല. അഖിലേട്ടൻ്റെ എന്തൊരു കാര്യം പറയാൻ വന്നു? ഈ അഖിലിൻ്റെ കാര്യം ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ ചലഞ്ചറായിട്ട് അവിടെ പോയിരുന്നു ഈ 5th സീസണിൽ. ഈ ചലഞ്ചറായിട്ട് ഞാൻ അവിടെ പോയപ്പോൾ നമ്മൾ ഗെയിം കളിക്കാനാണ് പോയത്. അവിടെ ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഗെയിം എന്ന് പറയുന്നത് ഞാൻ നോക്കിയപ്പോൾ അഖിൽ രാജാവായിട്ട് അവിടെ നിൽക്കുമ്പോൾ ബാക്കി എല്ലാവരും ഗെയിം കളിക്കാതെ അഖിലിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. മനസ്സിലായി? അഖിലിനെ വലയം ചെയ്ത് പേടിച്ച് വരണ്ടേ നിൽക്കുക. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് അവിടെ ബിഗ് ബോസ് നല്ല രീതിയിൽ ഇവരെ നല്ല രീതിയിൽ ആ ടാം റേറ്റ് കൂട്ടണം, അല്ലെങ്കിൽ ഗെയിം നല്ല രീതിയിൽ അവിടെ നടക്കണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഈ അഖിലൊന്നും അല്ലെന്നുള്ളതും അവരുടെ മുമ്പിൽ ആ പേടി ഇല്ലാതാക്കണം. ഒരു പേടിയാണല്ലോ എല്ലായിടത്തും ഒരു മെയിൻ വിഷയം. ഈ പേടി ഇല്ലാതാക്കുമ്പോൾ അവിടെ ഗെയിം വരും. സോ ഞാൻ ഇവനെ അവിടെ ഇരുത്തി വലിച്ചു കീറിയ ഒരു സീക്വൻസ് ഉണ്ട്. അഖിലിന് ബാക്കി ഇത്രയും പേരുമുണ്ട്, പക്ഷെ അങ്ങനെ അത് പറയട്ടെ ഇവരെ ഇത്രയും പേരുണ്ട്. ഞാൻ അവിടെ ഇരുത്തി അതായത് ഇവനൊരു മന്ത്രിക്കെതിരെയുള്ള കേസ് മുതൽ ആ കാര്യങ്ങളെല്ലാം എടുത്തിട്ട്, കാരണം ഈ മന്ത്രിക്കെതിരെയുള്ള കേസ് എന്തുവാണെന്നുള്ളത് അറിയാമല്ലോ. കാരണം ആർക്ക് വേണമെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ ആക്രമിച്ച് അതൊരു വലിയ സംഭവമല്ല, മാസ സാധനമൊന്നുമല്ല. ഒരു ശക്തമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെന്ന് എതിർത്ത് മുന്നിൽ നിന്ന് അങ്ങനെയല്ലല്ലോ, സോഷ്യൽ മീഡിയ കൂടി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് ഇവൻ അവിടെ എങ്ങനെയൊക്കെയാണോ ആളായി ബാക്കിയുള്ളവരെ പേടിപ്പിച്ച് തീർന്ന് ആ കാര്യങ്ങളെ മൊത്തം പൊളിച്ചടിക്കിയ ഒരു സംഭവമുണ്ട്. ഇവ ഒറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല. ആ ബാക്കിയുള്ള ഇപ്പം അഖിൽമാരുടെ അടുത്ത് ചോദിച്ചാൽ ഒരു പക്ഷേ പറയത്തില്ലായിരിക്കും, പക്ഷേ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയും. എല്ലാവരും ഇരിപ്പുണ്ട്, എല്ലാവരും ഇരിക്കുന്ന ഒരു ഇതിലാണ്. റിയാസ് വരെ ഉണ്ട് അവിടെ, അതായത് എൻ്റെ കൂടെ ചലഞ്ചറായിട്ട് കയറിയ റിയാസ് വരെ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ഈ അഖിൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, നേരെ ചെന്നിട്ട് ഇത് അവിടുത്തെ 2ാമത്തെ നിലയുണ്ട്, മറ്റേ പുറത്തെ സൈഡിൽ 2ാമത്തെ ഒരു നിലയുണ്ട്, ഡ്രസ്സൊക്കെ വരുന്നത്. അവിടെ ചെന്നൊരു ക്യാമറയിൽ ചെന്നിരുന്നിട്ട് ഒരു 1/2 മണിക്കൂർ പുള്ളി ഇതിന് ശേഷം ചെന്ന് എന്തൊക്കെയോ പറഞ്ഞു, എന്താണെന്ന് എനിക്കറിയില്ല. ആഫ്റ്റർ ദാറ്റ് എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നത്. ആ കൺഫെഷൻ റൂമിൽ വിളിച്ചത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ മാനസികമായിട്ട് പുള്ളി പീഡിപ്പിക്കപ്പെട്ടു, സോ അത്തരം രീതിയിൽ ഇനി നിൽക്കേണ്ട, കുറച്ച് തമാശ രീതിയിൽ പോകും. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്തോന്നറിയാമോ, ഇത് അഖിലിന് വേണ്ടി ഒരുക്കുന്ന കളവാണ്. അഖിലിനെതിരെ നമ്മളൊന്നും സംസാരിക്കാൻ പാടില്ല, അവിടെ അഖിലിനെ പൊളിക്കാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കിയത് അതാണ്. മനസ്സിലായി? കാരണം അഖിൽ അവിടെ പൊളിയുകയാണെങ്കിൽ ഗെയിം നടക്കും അവിടെ, മനസ്സിലായി? അപ്പോൾ ആ രീതിയിൽ അഖിലിന് വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു കളം തന്നെയായിരുന്നു അത്. അപ്പോൾ അഖിലിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അവിടെ, മനസ്സിലായി? ഈ ചാനലായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അഖിലിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആ ഒരു ക്യാപ്സ്യൂൾ വന്നു കഴിഞ്ഞാൽ പുറത്തും ഇമ്പാക്റ്റ് മാറും. അയ്യോ അഖിൽ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. കാരണം ഒരക്ഷരം പുള്ളിക്ക് മറുപടി പറയാൻ പറ്റിയില്ല എൻ്റെ ചോദ്യങ്ങൾക്ക്, മനസ്സിലായി? ഇത് പേഴ്സണൽ ചോദ്യങ്ങളല്ല, ഗെയിം പരമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് പേഴ്സണലി സ്നേഹമുള്ള ആളാണ്, പുള്ളിക്ക് തിരിച്ചു എന്നോട് സ്നേഹമുള്ള ആളാണ്. ഞാൻ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ അങ്ങോട്ടോട്ട് വാക്തർക്കങ്ങളുണ്ട്. ഇതൊക്കെ ആശയങ്ങളുടെ ഇതാണ്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പം ഗെയിമാണ്, പുള്ളിയുടെ ഗെയിമിനെ നമ്മൾ ഇല്ലാതാക്കിയൊരു സമയമുണ്ട് അവിടെ. ഇത് പുറത്തു വന്നാൽ പുള്ളി നേരെ താഴെ പോവും. ഈ സാധനം പക്ഷേ അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അത് അഖിലിന് വേണ്ടി ഒരുക്കിയ ഒരു കളവാണ്. പക്ഷേ അഖിൽമാരാർ ഇപ്പോഴത്തെ ഒരു ലൈവ് വീഡിയോയിൽ വന്ന് പറയുന്നത് കുറേ ആൾക്കാരെ ഫേവർ ചെയ്യാൻ ശ്രമിക്കുന്നു ബിഗ് ബോസ്. പക്ഷെ ആ സമയത്ത്, അതായത് അഖിൽമാരാറിന്റെ ആ സീസണിൽ അഖിൽമാരാർക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. അഖിൽമാരാർ പറയുന്നത് എന്നെ വിളിച്ചിട്ട് എനിക്ക് എല്ലാം കൈ കൊണ്ട് തരുമായിരുന്നാണ് വിചാരിക്കുന്നത്. അല്ല,
ആർക്കും ഒന്നും അല്ല കൈക്കൊണ്ട് എന്നെ കൊടുക്കില്ല. വിളിച്ചിട്ട് മറ്റേ ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിനൊന്നും വഴങ്ങിയിട്ടില്ല, എനിക്കെതിരെ നിൽക്കുമായിരുന്നു എന്നൊക്കെ ഒരിക്കലും ഇല്ല, അതൊരിക്കലും സംഭവമല്ല. കാരണം നമ്മളും അതിനകത്ത് നിന്ന ആളാണ്. വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനൊന്നും അവിടെ അങ്ങനെ ഒരു സംഭവങ്ങളും അവിടെ നടക്കത്തില്ല, ഉറപ്പിച്ച് ഞാൻ പറയുന്നു. കാരണം നമ്മൾ നിന്നിട്ടുള്ള അതിനകത്ത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തും അങ്ങ് വാതുറന്ന് എന്തും ചുമ്മാ വായി തോന്നുന്ന അങ്ങ് പറയാമെന്ന് പറയുന്നത് ശരിയുള്ളൊരു കാര്യമല്ലല്ലോ. അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ ഇത് എനിക്ക് മനസ്സിലാക്കിയത് ആ സീസൺ പുള്ളിക്ക് വേണ്ടി ഒരുക്കിയൊരു ഇതാണ്. പിന്നെ പുള്ളി പറഞ്ഞു വന്ന ഈ സ്ത്രീകളുടെ വിഷയം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയും തന്നെയാണ്. ആ ശരി വെക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല, അന്തസ്സായിട്ട് അവിടെ ഗെയിം കളിച്ച് കയറി വരുന്നവരുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട എങ്ങനെയുള്ളവരെയാണെന്ന് അറിയാം. ഒട്ടും ഗെയിം കളിക്കാതെ ചിലരതിൽ അവസാനം വരെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലും അവരെ പ്രീതിപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യം. ഇനി ആരാണ്, നിങ്ങൾ ചിന്തിക്കൂ, ആരാണ് ഗെയിം ചെയ്യാതെ? സീസണിൽ അങ്ങനെ ഒരാളുണ്ടെന്നാണോ? ഞങ്ങളുടെ സീസണിലുണ്ട്. ഈ പിന്നെ ഫസ്റ്റ് സീസൺ ഞാൻ കറക്റ്റായിട്ട് കാണാത്തതുകൊണ്ട് എനിക്ക് പറയാം. ബാക്കി 2 മുതൽ ഈ അവസാനം ഈ 6 സീസൺ വരെ നിങ്ങൾ നോക്കിക്കോളൂ. ഒട്ടും ഗെയിം ചെയ്യാതെ അവിടെ നിന്ന് നമ്മൾ തന്നെ ആലോചിക്കും, ജനങ്ങൾ തന്നെ പറയും ഇവരൊക്കെ എന്താണ് ഗെയിം ചെയ്തില്ലെങ്കിൽ ഇത് എങ്ങനെ ലാസ്റ്റ് വരെ. കാരണം അതിനെക്കാട്ടി ഗെയിം നല്ല രീതിയിൽ കളിക്കുന്നവരെ പുറത്താക്കുന്നുണ്ട്. അപ്പോൾ അവസാനം വരെ നിൽക്കുന്നവരൊക്കെ ചിലപ്പം ഇങ്ങനെ അവരെ പ്രീതിപ്പെടുത്തിയിട്ട് കയറിയതായിരിക്കാം. നമുക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? അപ്പൊ ഇത്രയും നാളും ഒന്ന് സംസാരിക്കാതിരുന്ന ഒരു ഇപ്പം അഖിൽമാരാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത്ര നാളൊന്നും സംസാരിച്ചിട്ടില്ല, ഇതിനെപ്പറ്റിയും ഒരു മോശമായിട്ടൊന്നും സംസാരിച്ചില്ല. പക്ഷേ ഇപ്പം എന്തിനായിരിക്കും ഇതൊക്കെ വെളിപ്പെടുത്തിയേ? പുള്ളി തന്നെ പറയുന്നുണ്ട് പുള്ളിയുടെ തെളിവുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ആൾക്കാർ കമന്റ് ഒക്കെ ഇട്ട് ചോദിക്കുന്നുണ്ട്, തെളിവ് കാണിക്കുന്നു പറയുമ്പോഴത്തേന് കാണിക്കുന്നുമില്ല. അപ്പം ഒരു തെളിവില്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. കാണിക്കാൻ എന്താണ് സംഭവം? എന്ത് തെളിവാണുള്ളത്? തെളിവുണ്ടെങ്കിൽ കാണിക്കണം. ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു തിരികൊളുത്തി വിടുന്നത് സിബിൻ്റെ ഒരു ഇഷ്യൂ ആയിരിക്കും. സിബിനെ പുറത്താക്കിയത്, അല്ലെങ്കിൽ സിബിൻ പുറത്തേക്ക് വന്നൊരു ഇഷ്യൂ. അപ്പം ഇതിനകത്ത് ഇവർ പറയുന്നത് വെച്ചാൽ സിബിൻ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് പോകണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ബേസിസിലാണ് സിബിനെ പുറത്തേക്ക് അയച്ചെന്ന് പറഞ്ഞത്. പക്ഷേ ഇത് അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും അയക്കണം. കാരണം ഓരോ സമ്മർദ്ദം വരുമ്പോഴും പ്രഷർ വരുമ്പോഴും എല്ലാവരും ക്യാമറയ്ക്ക് മുമ്പ് എന്ന് പറയുന്നുണ്ട്, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണോ സിബിനെ പുറത്താക്കിയത്? അല്ലെങ്കിൽ അഖിൽമാരാർ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കാരണം അവനെ പ്രാന്തനാക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ കൊടുത്ത് അങ്ങനെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ സിബിൻ ഈ കരഞ്ഞുകൊണ്ട് പോകണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാം. അവൻ ഇപ്പോൾ ബിഗ് ബോസിൽ ഞാൻ നോക്കിയിട്ട് ഈ സീസണിൽ വന്നതിൽ ഒരിത്തിരിയെങ്കിലും ബുദ്ധി കൊണ്ട് ഗെയിം കളിച്ച ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ഒരു ലാലേട്ടൻ ഒരു സാറ്റർഡേ വന്നിട്ട് അവന് ഒരു ചെറിയ എന്തോ ഒരു തെറ്റ് പറ്റിയതിന്, തെറ്റല്ല അത് പറ്റുമല്ലോ ഒരു കാര്യം, ഇദ്ദേഹത്തിന് മെഷീൻ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതായത് അത്രമാത്രം മെൻ്റലി പുള്ളിയെ ഇല്ലാതാക്കുകയാണ്. ഒരിക്കലും അതിനേക്കാൾ വലിയ കുറ്റങ്ങൾ ചെയ്ത് അതിനെക്കാട്ടി തെറി വിളിച്ചവർ, അതിനെക്കാട്ടി അതായത് പുറത്ത് പറയാൻ കൊള്ളാത്ത രീതിയിൽ തെറി പറഞ്ഞവർ വരെ അതിനകത്തുണ്ട്. അവർക്ക് പോലും പണിഷ്മെൻറ്റ് ഇങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ അർഹിക്കുന്ന പണിഷ്മെൻ്റ് ആയിരുന്നില്ല അവന് കൊടുത്തത്. അവനെ നശിപ്പിച്ച് മെൻ്റലി അവനെ ഇല്ലാതാക്കി കളഞ്ഞു. അപ്പോൾ പിന്നെ പുള്ളി അത് കരഞ്ഞുകൊണ്ട് പോകണമെന്ന് പറഞ്ഞതിൽ കാര്യമുണ്ട്. അതങ്ങനെ എത്തിച്ചതാണ് ആര്? ലാലേട്ടൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ആങ്കറാണ്. പുള്ളിക്കൊരു ധർമ്മമുണ്ട്. പുള്ളി അവിടെ സിനിമ നടനല്ല. ബിഗ് ബോസിനെ സംബന്ധിച്ച്, അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻറ്റിനെ സംബന്ധിച്ച്, നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ച് പുള്ളി ഒരു ആങ്കറാണ്. പുള്ളിയുടെ ഡ്യൂട്ടി അന്നൊരു ആങ്കറാണ്. അവിടെ സിനിമ നടനായിട്ടല്ല പുള്ളി നമ്മൾ കാണുന്നത്, ആങ്കറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ധർമ്മങ്ങളുണ്ട് അവിടെ. പക്ഷേ ഈ ഒരു വ്യക്തിയെ വന്ന് അത്രമാത്രം മെൻ്റലി തകർത്ത് അവനെ ഇല്ലാതാക്കിയത് ലാലേട്ടനാണ്. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെണ്ടിത്തരമാണത്. പുള്ളി നമ്മൾ പണ്ടേ കാണുന്ന നടനാണ്, ഒക്കെയാണ്. അത് നടനാണ്. ഒരുപാട് പേര് എഴുതി വെച്ച ഒരുപാട് പേരുടെ കഷ്ടപ്പാട്, സ്ക്രിപ്റ്റ് എഴുതി, ലൈറ്റ്, ക്യാമറ, അത് ഒരുപാട് പേരുടെ കഴിവ് അനുസരിച്ചാണ് ഒരു ആർട്ടിസ്റ്റ് അവിടെ ഇതാവുന്നത്. അല്ലാതെ ഈ ശരിക്കും എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ, അഹങ്കാരം പറയുമെന്ന് കരുതരുത്, ഈ സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലേ, ഇവരെന്ത് സെലിബ്രിറ്റി ആണെന്ന് എനിക്കറിയത്തില്ല. ഈ കേരളത്തിൽ ഒരു 300 പേരുടെ കഴിവ് കൊണ്ട്, ഒരു 10-300 പേരുടെ ക്യാമറാമാൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, ഇവരെല്ലാം കഴിവുകൊണ്ട് പേരെടുത്ത മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ഇവരെ പോലെ എന്നിട്ട് ഇവർ കാണിക്കുന്ന അഹങ്കാരം കൂടെ കാണണം. ഒന്ന് ഫോട്ടോ എടുക്കാൻ ചെന്നാൽ അവരെ അടിച്ചോടിക്കുക. ലാലേട്ട ഒരു സ്റ്റേജിൽ വെച്ച് പാടിക്കൊണ്ട് തന്നെ ആരാധന മൂത്തുമാർ, പൊട്ടന്മാർ, ആരാധകന്മാരെന്ന് പറഞ്ഞ് ഓടി വന്ന് ഇവരെ തള്ളി എൻ്റെ മേലിൽ നിന്ന് തറയിടുകയാണ് ചെയ്തത്. ഇതാണോ ഒരു ആർട്ടിസ്റ്റ്, ഒരു സെലിബ്രിറ്റി എന്ന പേര് പറയുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ? എന്നോട് യോജിപ്പില്ല. ഇതിന് ഇപ്പോൾ കമൻറ്റുകൾ വരും. ഇതൊരു ഭൂമിയായി മാറുമെന്ന് എനിക്കറിയാം, എൻ്റെ കമൻറ്റ് ബോക്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ജാഗോ സ്പേസിൻ്റെ കമൻറ്റ് ബോക്സ്. എനിക്കൊരു വിഷയമല്ല. ഈ സൈബർ പുള്ളിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നെ സംബന്ധിച്ച് അതൊന്നുമല്ല, മനസ്സിലായി? എനിക്കത് ബാധിക്കുന്നതേ ഇല്ല. ഇവരാരുമല്ല എനിക്ക് അരി മേടിച്ചു തരുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ, അതുകൊണ്ട് ഞാൻ തുറന്ന് പറയുക തന്നെ ചെയ്യും.
മനസ്സിലായി? കുറേ അന്തം മറ്റേ എന്താണ് പൊട്ടൻ ഫാൻസ് കുറേ എണ്ണം ഉണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ഇവന്മാർ താറ്റിയാൽ പോലും ഇവന്മാരുടെ ബാക്കിൽ നടക്കുന്നത്. മനസ്സിലായി? അപ്പം ഞാൻ പറഞ്ഞത് ലാലേട്ടൻ്റെ കാര്യത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ലാലേട്ടൻ പറയുന്ന എല്ലാം ശരിയൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ പുള്ളി മണ്ടത്തരം പറയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കണ്ടസ്റ്റൻസിനെക്കാളും പലപ്പോഴും വന്നിട്ട് പുള്ളിയുടെ കൈവിട്ട് പോകുന്ന കാര്യങ്ങളുണ്ട് പലതും. ഈ ഒരിക്കലും ലാലേട്ടൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. അന്ന് സിബിന് അത്രമാത്രം മെൻ്റലി തകർത്തിയാലും പുള്ളിക്കെതിരെ കേസെടുക്കണം. യഥാർത്ഥത്തിൽ ഒരു ആങ്കറിന് ചെയ്യാൻ പാടില്ലാത്ത മത്സരാർത്ഥിയല്ല, ഒരു ആങ്കറിനെ വന്ന് ഒന്നാമത് ട്രോമ. ഇത് ഓൾറെഡി ഏഷ്യാനെറ്റിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞാണ്, ഞാൻ ഒരിക്കൽ ട്രോമ വന്ന് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ ഫാസ്റ്റ് പറയും ഇങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ടെങ്കിൽ. അപ്പോൾ അത്തരം ഒരു വ്യക്തിയെ എടുത്ത് വന്നിട്ട് ഒരിക്കലും പറയാൻ ഇങ്ങനെ മെൻ്റലി തകർക്കാൻ പാടില്ല. അദ്ദേഹം വേറെ ലെവലിലേക്ക് പോയാൻ ഒരു പക്ഷേ അത് ലാലേട്ടനാണ് കുറ്റക്കാരൻ. നല്ലൊരു ഗെയിമർ അവിടെ ഇല്ലാതാക്കിയത് ലാലേട്ടനാണ്. അതുകൊണ്ട് തന്നെയാണ് പുള്ളി പുറത്തു പോയത്. മനസ്സിലായേ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ എല്ലാം പിന്നെ കുറ്റം ആരാലുണ്ട് അവർ തുറന്നു പറയുക എന്നുള്ളതാണ്. ആരും നമ്മുടെ ഈ പറഞ്ഞ കണക്ക് ആര് ചെയ്താലും, ആര് കുറ്റം ചെയ്താലും, ഞാൻ ചെയ്താലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടായിരിക്കണം. അല്ലാതെ അയ്യോ ലാലേട്ടൻ അദ്ദേഹം ചെയ്യുന്ന എല്ലാം 100% ശരിയാണ്, മമ്മൂട്ടി അദ്ദേഹം ചെയ്യുന്ന അങ്ങനെ അതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഇപ്പോൾ ഇക്ക പറഞ്ഞൊരു കാര്യം, അതായത് ശരിയാണോ തെറ്റാണെന്ന് അറിയില്ല, എന്നാലും എൻ്റെ ഒരു തോന്നലാണ്. അതായത് ഇപ്പം ലാലേട്ടനെ സംബന്ധിച്ച് അതൊരു നടനല്ല, അവിടെ നിൽക്കുമ്പോൾ ഒരു ആങ്കറാണ്. പക്ഷെ ആ ആങ്കർക്ക് ഒരു ധർമ്മം ഉണ്ടെന്ന് ഇക്ക വിശ്വസിക്കുന്നുണ്ട്. ചെയ്യേണ്ട ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആങ്കർ സ്നേഹയ്ക്ക് ഒരു ധർമ്മമില്ലേ? എനിക്ക് ഇപ്പം ഒരു ആങ്കറെ സംബന്ധിച്ച് അവർക്കൊരു ധർമ്മമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും മുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസ്ട്രക്ഷൻ കാണുമല്ലോ, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. അപ്പൊ അങ്ങനെ സ്നേഹം എടുത്ത് ഇപ്പൊ പറയാണ്, ഞാൻ വരുമ്പോഴത്തേക്ക് എന്നെ കൊണ്ട് തെരുവ് വിളിപ്പിക്കുന്നത് കേൾക്കൂ. ധർമ്മമുണ്ട്. അപ്പം ആ ഒരു ഇൻസ്ട്രക്ഷന്റെ ഭാഗമായിരിക്കില്ല ചിലപ്പോൾ ലാലേട്ടൻ അങ്ങനെ സംസാരിച്ചു. ഒരിക്കലും അല്ല. അപ്പൊ പുള്ളിക്കൊരു ധർമ്മമില്ലേ? ഇല്ല. കാരണം നമുക്കൊരു വ്യക്തിത്വം ഉണ്ട്. അവനെ എന്തോ അങ്ങ് പൈസ മേടിച്ചിട്ട് കോടിക്കണക്കിന് രൂപ പുള്ളിക്ക് കിട്ടുന്നത്. അങ്ങനെ ആ പൈസയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ പിന്നെ പുള്ളിക്ക് ജനങ്ങളോട്ട് എന്താണ് കമ്മിറ്റ്മെന്റ്? ഈ ബിഗ് ബോസ് ആക്ച്വലി കണ്ടു തുടങ്ങിയ ലാലേട്ടൻ എന്നൊരു സംഭവം കൊണ്ടാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ആൾക്കാർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. തിരിച്ച് അത് കൊടുക്കുക എന്നുള്ളത് പുള്ളിയുടെ ധർമ്മമല്ലേ? അതല്ലേ അതിൻ്റെ ശരി? അതല്ലേ പുള്ളിയുടെ അടുത്ത് ലാലേട്ടനുള്ള ഷോ, അതിനൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട പുള്ളിയാണ്. പുള്ളി അല്ല പൈസ മേടിച്ചിട്ടുണ്ട് അവർ പറഞ്ഞ എന്തോ അങ്ങ് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? അതൊരു നല്ല ഇതല്ലല്ലോ, അത് ശരിയല്ലല്ലോ. ലാലേട്ടൻ്റെ ഭാഗത്ത് പൂർണ്ണ തെറ്റുണ്ടെന്നാണോ ഇക്ക പറയുന്നത്? 101% തെറ്റുണ്ടത്. അങ്ങനെ അഥവാ പറഞ്ഞാലും പറയില്ല. ലാലേട്ടന് പറയാനുള്ള വോയിസ് ഉണ്ടല്ലോ, ഇല്ല ഞാനത് പറയില്ല, അദ്ദേഹത്തിന് അങ്ങനെ ഇതാകത്തില്ല. അതൊരു ആങ്കറിൻ്റെ ധർമ്മമാണ്. അല്ല പറയുന്ന എല്ലാം കേട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. വേറൊരാളുടെ പൊട്ടത്തരം പറയുമ്പോൾ നമ്മളത് തിരുത്തി കൊടുക്കുകയല്ലേ വേണ്ടത്? ഇപ്പോൾ 9 പേരും പറയുന്ന ഒരു പൊട്ടത്തരം ഒരാളിരുന്ന് പറയുന്നത്, 10-ാമൻ പറയുന്നത്, അത് ആ 9 പേര് വന്ന് പൊട്ടത്തരം കേട്ടിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിനെ എതിർത്ത് നിൽക്കുകയാണ് വേണ്ടത്. അതാണ് മാസ്. ഇപ്പോൾ ഈ ഒരു സീസൺ 6 വന്നപ്പോഴത്തേക്കിന് ഒരു തരം താണ ഒരു ഷോ ആയിട്ട് മാറുന്നുണ്ടെന്ന് അഭിപ്രായമുണ്ടോ? വേറൊരു ഷൊട്ടാ ഈ മറ്റേ എന്താണ് ആ കൊച്ചിൻ്റെ പേര്, ഗബ്രിയുടെ ജാസ്മിൻ പറയുന്നത് പോലെ, ജാസ്മിൻ അതിൽ ഉപയോഗിച്ച വാക്കാണ് ഷൊട്ടകൾ. അതായത് ഏറ്റവും വൃത്തികെട്ട ഷോ. അതിന് പറഞ്ഞൊരു ആ കുട്ടി പറയുന്ന അതേ വേർഡ് തന്നെ എനിക്കും പറയാനുള്ളത്. അത്രമാത്രം മോശം ഒരു ഷോയാണ് ഇപ്പോഴുള്ളത്. പക്ഷെ റേറ്റിംഗ് ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് ഇക്ക, ഇപ്പം റേറ്റിംഗും TRP ഒക്കെ വരുമ്പോഴത്തേന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഷോയിലേക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം അത്രയും കോണ്ടസ്റ്റൻസ് അവിടെ ഉണ്ട്, പക്ഷേ അവർ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം ഗബ്രിയിൽ ജാസ്മിനിൽ മാത്രമാണ്. അവരുടെ കുറച്ച് കാര്യങ്ങൾ, അവരുടെ അകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി ആരെയും കാണിക്കുന്നില്ല. ഇപ്പം പുറത്ത് വരുന്ന കണ്ടസ്റ്റന്റുകൾ പലരും പറയുന്നത് ഞങ്ങളുടെ പല കാര്യങ്ങളും കാണിച്ചിട്ടില്ല. ഇപ്പം ഞാൻ മുമ്പും ഇന്റർവ്യൂസിൽ പലരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ടെലികാസ്റ്റേ ചെയ്തിട്ടില്ല. ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. ഇപ്പം ഇത്രയും തരം താഴ്ന്നൊരു സാധനമാണ് കാണിക്കുന്നത്. അവിടെ എല്ലാം പലയിടത്തും പല കണ്ടന്റും നടക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊരു ഹെഡ് എന്ന് പറയുന്നൊരു കക്ഷി ഉണ്ടാകും. അതായത് ഈ ഷോയ്ക്ക് ഒരു ഹെഡ് ഉണ്ടാകും. ആ ഹെഡാണ് ഏത് പോർട്രേറ്റ് ചെയ്ത് എങ്ങനെ കാണിച്ചാൽ ജനങ്ങൾക്ക് നന്നാവും എന്ന് വിചാരിക്കുന്നത്. ആ ഒരു വ്യക്തി ഇപ്പോൾ അവിടെ ഇല്ല, ഇറങ്ങിപ്പോയി. ഈ എല്ലാ സീസണിലും ഉള്ളൊരു വ്യക്തിയുണ്ട്, ഒരു ഹെഡുണ്ട്. ഈ അഖിൽ തന്നെ പറഞ്ഞില്ല, ഒരു വ്യക്തി അർജുൻ സാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇറങ്ങിപ്പോയെന്ന്. അദ്ദേഹമാണ് ബിഗ് ബോസിൻ്റെ ആക്ച്വലി ഹെഡ്. പുള്ളി എന്തുകൊണ്ടായിരിക്കും ഇറങ്ങിപ്പോവാൻ കാരണം? ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാക്കിക്കൂടെ, ഇങ്ങനെയുള്ള പിന്നെ ചാനലിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെ ആയിരിക്കാം. അത് പുള്ളിക്കൊരു പരിധി, അതുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി. അതായത് ഇങ്ങനെയുള്ള ഷോ കൊണ്ടോ പുള്ളിക്ക് താല്പര്യമില്ല. ഇത്രയും മോശമായിട്ട് പുള്ളിയുടെ കയ്യിൽ ഇത് പൂർണ്ണമായിട്ട് എൻ്റെ മോൾ ഷൈൻ ഗ്രൂപ്പിൻ്റെ കയ്യിൽ ഏഷ്യാനെറ്റ് ഇടപെടാതെ കൊടുക്കുകയാണെങ്കിൽ ഈ ഷോ വേറെ ലെവലിൽ പോയേനെ. ഇങ്ങനൊന്നും ഈ ഇത്രയും വൃത്തിയായിട്ട കണ്ടൻറ്റൊന്നും ആയിരിക്കത്തില്ല പുറത്ത്. ഒരു പക്ഷേ ഈ ഗബ്രിയും ജാസ്മിനും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആഴ്ച തന്നെ ഔട്ടാക്കി വിട്ടേനെ ഈ സ്ട്രാറ്റജി ആയിട്ട് അവിടെ വരികയാണെങ്കിൽ.
അത്രമാത്രം മോശം സ്ട്രാറ്റജി ഇല്ലേ അവർ യൂസ് ചെയ്യുന്നത്. ഒരു കണ്ടസ്റ്റൻറ്റ് എന്താകരുത് എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ രണ്ടുപേരും, ജാസ്മിനും ഗബ്രി അല്ലേ. ഇപ്പോൾ ഈ അർജുൻ മാത്രമല്ല, അവിടെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ആയിരുന്ന റുബീന എന്ന് പറഞ്ഞ കുട്ടിയും പിൻവാങ്ങി പോയെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അവർക്ക് ആ പൈസ വേണ്ടെന്ന് വെച്ച്, അതാണ് മാസ്. പക്ഷേ ഈ ബിഗ് ബോസിനെതിരെ കഴിഞ്ഞ പ്രാവശ്യവും ആരൊക്കെയോ വന്ന് പോസ്റ്റുകൾ ഇടുകയും ഒക്കെ ചെയ്തു. പക്ഷെ പിന്നീട് അത് റിമൂവ് ചെയ്തു. പക്ഷെ ആ ആൾക്കാർ തന്നെ ഇപ്പോൾ വന്നിട്ടൊന്നും പറയുന്നില്ല എന്ന് അഖിൽമാരുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം ഇപ്പം പുതിയതായിട്ടൊരു പെൺകുട്ടി വന്ന് സംസാരിച്ചല്ലോ, അതായത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഷ്യാനിൽ തന്നെ വർക്ക് ചെയ്ത് 1-2 പേര് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവിടുന്ന് ഏഷ്യാനിൽ തന്നെ പുറത്താക്കപ്പെട്ടു. അതെനിക്ക് തോന്നുന്നു എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ, നമ്മളായിട്ടൊരു കാര്യങ്ങൾ പറയുമ്പോഴത്തേനും നമ്മൾ പുറത്താക്കപ്പെടും, അങ്ങനെ ഒരു വിഷയങ്ങൾ വരുമല്ലോ. ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു. അപ്പം റീസെൻ്റായിട്ട് അഖിൽമാരാരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. അതായത് അതൊരു സാധാരണ കുട്ടിയായിരുന്നു. അപ്പം അവൾക്ക് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അവർ ചോദിച്ചത് പൈസ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസിങ് റെഡി ആണെങ്കിൽ ഓക്കെ ആണെന്നുള്ള. പക്ഷെ ആ കുട്ടി വന്നില്ല. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അല്ല, ഇത് ഒരു പരിധിവരെ റയറായിട്ട് ഇവിടെ സംഭവിക്കുകയായിരിക്കും. അവർക്ക് ഒരാളെ കാണുമ്പോൾ തോന്നുമായിരിക്കും ഇവരുടെ അടുത്ത് പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന് തോന്നുമായിരിക്കും. കാരണം എല്ലായിടത്തും പറഞ്ഞാൽ വിവരം അറിയും എന്നേ ഇത് പുറത്ത് വന്നേനെ. ഇപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ വരുന്നത് ഇത്തിരി ഗട്ട്സൊക്കെ ഉള്ളവരെ ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ വരാൻ പിന്നെ ആഗ്രഹം പ്രകടിപ്പിക്കത്തുള്ളൂ. വെറുതെ ഇത്തിരി പേടിയായിട്ടൊക്കെ ഇരിക്കുന്ന അത്ര ഗട്ട്സ് ഇല്ലാത്തവരൊരിക്കലും ബിഗ് ബോസിൽ വരില്ല. അപ്പോൾ ഇത്തരം ഒരു അനുഭവം ഉണ്ടായാൽ അവർ തീർച്ചയായും പ്രതികരിക്കുന്ന ഒരു ടീം തന്നെ ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞു കാണത്തില്ല. എല്ലായിടത്തും പറഞ്ഞതിന് മുന്നേ ഈ ന്യൂസുകൾ ആദ്യത്തെ ബിഗ് ബോസ് തൊട്ട് വന്നേനെ. ആദ്യത്തെ ബിഗ് ബോസ് തൊട്ട് വന്നിട്ടില്ല, ഇപ്പോഴല്ലേ. അതും ഒരാളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് തന്നെ നമുക്ക് മാറ്റിവെക്കാം. പിന്നെ ഇവിടെ മാത്രമല്ല, ഇത് സിനിമയിലും ഇല്ലേ, സീരിയലിലില്ലേ. പക്ഷെ അതും എല്ലാവരുടെ അങ്ങനെ പറയില്ലല്ലോ. ഇതൊന്നുമില്ലാതെ മാന്യമായിട്ട് അഭിനയിച്ചു പോകുന്നവരുമുണ്ട്. എല്ലായിടത്തും അങ്ങനെ നടക്കത്തതുമില്ല. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവരെ മാറ്റുക എന്നുള്ളതാണ്. കാരണം ഒരു ചാനലിൻ്റെ ഒരു തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഇത്തരം ഒരു ഷോയ്ക്ക് വരുന്നവരോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സ്ട്രോങ് എവിഡൻസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകണം. ഇവരവിടെ നിന്ന് എടുത്ത് കളയണം. മനസ്സിലായേ? ഇനി രണ്ടാമത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അത് നമുക്ക് ഒരു പരിധിവരെ കണ്ണടച്ച് കളയാം. ഓക്കെ, അവർ പറഞ്ഞിട്ടാണല്ലോ ഇത്ര 100 രൂപ എനിക്ക് തന്നാൽ 10 രൂപ ഞാൻ എടുക്കുമെന്ന്. അതൊക്കെ അത് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോയി നീ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. പക്ഷേ ഇതങ്ങനല്ലല്ലോ. സ്ത്രീകളടുത്ത് മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ ഉറപ്പായിട്ട് അതിൽ പ്രതികരിക്കണം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതൊരു അഖിൽ പ്രതികരിച്ചിട്ട് കാര്യമില്ല. വിക്ടിംസ് തന്നെ പുറത്തു വരണം, അതിന് ഗട്ട്സ് കാണിക്കണം. അതാണ് വേണ്ടത്. ഇവിടെ യഥാർത്ഥ പ്രതികരണം എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ ഞാൻ വന്നിരുന്ന് സംസാരിച്ചോണ്ടോ അഖിൽ സംസാരിച്ചോണ്ടോ കാര്യമില്ല. ഇവിടെ ആ വിക്ടിംസ് ഉണ്ടെങ്കിൽ അവർ വന്ന് എന്തായാലും ഈ മെസ്സേജും കാര്യങ്ങളും എല്ലാം അല്ലെങ്കിൽ റെക്കോർഡ് ഇവർ പിന്നെ പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിലാണ് വിളിക്കുന്നത്. വാട്സപ്പിലാകുമ്പോൾ റെക്കോർഡ് കിട്ടില്ല, മെസ്സേജുകൾ ഉണ്ടല്ലോ വെച്ചിട്ട് ഇപ്പോൾ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, ഈസിയായിട്ട് പോക്കാം. അങ്ങനെയാണ് ഇവരെ പുറത്താക്കുക തന്നെ വേണം. ഉറപ്പായിട്ട് അങ്ങനെ തന്നെ ചെയ്യണം. പ്രത്യേക ഏഷ്യാനെറ്റ് പോലൊരു കമ്പനിക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു അലിഗേഷൻ ഉണ്ടെങ്കിൽ പോലും അവിടുന്ന് പുറത്ത് കളയും. എന്തെല്ലാം ആഗ്രഹിച്ചാണോ ഈ ബിഗ് ബോസ് പോലെ പ്ലാറ്റ്ഫോമിൽ വരുന്നത്? കിടന്നു കൊടുക്കാനല്ല വരുന്നത്. ഈ തെണ്ടികൾ അപ്പോഴേ ഇങ്ങനെയുള്ള തെണ്ടികളാണെങ്കിൽ, എനിക്കറിയില്ല, തെണ്ടികളാണെങ്കിൽ അപ്പോഴേ എടുത്ത് പുറത്ത് കളയണം. മനസ്സിലായി? ഇപ്പൊ ഈ സീസണിലാണെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞു ഓൾറെഡി ഈ സീസൺ താഴേക്കിടയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഫ്രം ദ ബിഗിനിങ് പോയി. ഇത്രയും ഒരു മോശം ബിഗ് ബോസ് ചരിത്രത്തിലില്ല. ഇപ്പൊ അവിടുത്തെ ആ കണ്ടസ്റ്റൻസിനെ മൊത്തമായിട്ടാണോ ഇപ്പൊ ഇക്ക പറഞ്ഞത്, അതോ അങ്ങനത്തെ യോഗ്യതയില്ലാത്ത കുറച്ച് പേരേ ഉള്ളൂ? ഇത് കണ്ടസ്റ്റൻസിന്റെ മാത്രം കുഴപ്പമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് എങ്ങനെ പോർട്രേറ്റ് ചെയ്ത് കാണിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെയും കുഴപ്പമാണ്, ആ ടീമിന്റെ കുഴപ്പമാണ്. മനസ്സിലായി? പ്ലസ് കണ്ടസ്റ്റൻസിനെ കുഴപ്പമാണ്. അപ്പൊ അവിടെ യോഗ്യത ഇല്ലെന്ന് തോന്നുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന്? ആർക്കും യോഗ്യതയില്ല. ഇപ്പോൾ ഉള്ള ആർക്കും യോഗ്യത? ആർക്കാണ് യോഗ്യതയുള്ളൊരു പയ്യനെ വന്നവൻ മെന്റലി പീഡിപ്പിച്ച് അവനെ പറഞ്ഞ് പുറത്തു വിട്ട്. പിന്നെ അല്പം തട്ടിയും മുട്ടിയും ഒക്കെ പോകുന്നത്, അതുപോലും വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവനെ നമ്മളങ്ങ് എൻജോയ് ചെയ്യാണ്. മറ്റേ മസിൽമാൻ ജിൻഡോ അതുപോലും പുള്ളി ഒന്ന് ചിന്തിച്ചു പോകും. ഒരു ഗെയിമർ എന്ന രീതിയിൽ മൈൻഡ് ഗെയിമറാണോ? യഥാർത്ഥത്തിൽ ഒരു ഗെയിമർ ക്രൂക്കഡ് മൈൻഡ് ആയിരിക്കണം. അങ്ങനെയുള്ള ആരുണ്ട് അവിടെ? അവിടെ കുറച്ച് വൃത്തിയില്ലായ്മയും മറ്റേ വൃത്തികെട്ട പ്രണയവും, എങ്ങനെ ഒരു പ്രണയം ആകരുതെന്നുള്ള രീതിയിലുള്ള പ്രണയവും കുറച്ച് മണ്ടത്തരങ്ങളും, ഇതൊക്കെയല്ല നമ്മൾ എന്തുവാണ് കാണുന്നത് ബിഗ് ബോസിൽ നിന്ന്. ഇപ്പൊ ജിൻഡോയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇതിനിടയ്ക്ക് വന്നൊരു ഇഷ്യൂ ആണ് ജാസ്മിൻ ജിൻഡോയെ അടിച്ചൊരു വിഷയം.
അപ്പം അതിനകത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ അവിടെ ഇപ്പൊ കോലാഹലം നടന്നേന്നുള്ളത്. 100% അവിടെ പക്ഷെ വലിയ ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും അവിടെ നല്ല ഉണ്ടായിട്ടില്ല. രീതിയിൽ, അതായത് ഞാൻ കണ്ട എപ്പിസോഡാണ്, ജയിലിൽ കിടക്കുമ്പോൾ ജിൻഡോ കിടക്കുമ്പോൾ ഈ ജാസ്മിൻ വന്ന് അടിക്കുന്നുണ്ട് ഇവിടെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. പക്ഷേ ആ പുള്ളി അത് കെയർ പോലും ചെയ്ത് വിട്ടു. നേരെ മറിച്ച് അതിൻ്റെ ഒരു പകുതി ഫോഴ്സിൽ തിരിച്ചടിച്ചായിരുന്നെങ്കിൽ പുള്ളി പുറത്താക്കിക്കാനുള്ള കാരണം അത് മതി. അങ്ങനെ കഴിഞ്ഞ പല സീസൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടൊരു കാര്യം പറയാം. 3rd സീസൺ എനിക്കന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, എന്തിനാണ് എന്നെ ഔട്ടാക്കിയത്. രമ്യ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റ് വരുന്നു, അവരെൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, അതായത് പുറത്തുള്ള കാര്യം പറയാൻ പാടില്ല ആക്ച്വലി, അവരെൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു. അപ്പം ഞാൻ തിരിച്ചവരോട് പറഞ്ഞു, എൻ്റെ പേഴ്സണൽ കാര്യം നിങ്ങൾ പറയുകയാണെങ്കിൽ രമ്യ, നിങ്ങളുടെ പേഴ്സണൽ കാര്യം ഞാനും പറയും. ഇതാണ് ഞാൻ ചെയ്ത. എൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അവിടെ. അന്നേരം ഞാൻ പറഞ്ഞത് ഇതാണ്, തിരിച്ച് ഞാൻ പേടിപ്പിച്ചതാണ്. അതായത് എൻ്റെ പേഴ്സണൽ കാര്യം നീ പറയുകയാണെങ്കിൽ നിൻ്റെ കാര്യം ഞാൻ പറയും. ഇതിനെ ഒരു കണ്ടൻറ്റാക്കി എടുത്തിട്ടാണ് എന്നെ ഔട്ടാക്കാൻ നോക്കിയത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോഴും മനസ്സിലാക്കണം, എൻ്റെ സീസണിൽ ഏറ്റവും വോട്ട് നിൽക്കുമ്പോഴാണ് എന്നെ ഔട്ടാക്കുന്നത്, ജനങ്ങളല്ല ഔട്ടാക്കുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് നിൽക്കുന്ന സമയത്താണ് ഇനി അടുത്ത സാധനം. അതൊന്നും എനിക്ക് വിഷയമല്ല, ഓക്കെ അതുവരെ കിട്ടിയ സാധനം മതി എനിക്ക്. പക്ഷെ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു കോർട്ടിലാണെങ്കിൽ ഒരു ജഡ്ജിൻ്റെ മുന്നിലാണെങ്കിൽ പോലും ഒരു കൊലക്കുറ്റം ചെയ്തിട്ട് നിൽക്കുന്ന ഒരാളെടുത്ത്, തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരാളെടുത്ത് അവസാനമായി ചോദിക്കും നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അതില്ലേ ന്യായം? പക്ഷേ എന്നടുത്ത് സംസാരിക്കാൻ പോയ എൻ്റെ അടുത്ത് ബാക്കി എല്ലാവരെയും കൊണ്ട് സംസാരിപ്പിച്ചു. ഞാൻ സംസാരിക്കാനായിട്ട് എഴുന്നേറ്റപ്പോഴത്തേക്ക് സമയം തരാം, ഇരിക്കുമെന്ന് പറയാൻ എന്നെ ഇരുത്തി. പെട്ടെന്ന് പുള്ളി പേടിച്ചിട്ട് നിർത്തിയതാണ്. കാരണം ഞാൻ വാ തുറന്നാൽ ഞാൻ ഔട്ടാവില്ലെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ ന്യായവും വ്യക്തമുണ്ട്. എന്തിൻ്റെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പപ്പ അടിക്കും അവിടെ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരക്ഷരം എന്നെ കൊണ്ട് വാ തുറപ്പിച്ചോ. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് അത്രയും ബിഗ് ബോസ് ഒരു എൻ്റെ ക്രൂവിന് ധൈര്യം ഇല്ലായിരുന്നു എൻ്റെ അടുത്ത് എന്നെ കൊണ്ട് വാ തുറപ്പിക്കാൻ? കാരണം എന്നെ കൊണ്ട് വാ തുറപ്പിച്ചാൽ ഞാൻ അവിടെ ഇരിക്കും, അത് വേറെ പലരും ആയിരിക്കും ഔട്ടാവുന്നത്. പിന്നെ പോട്ടെ, ഇതൊരു ഗെയിമാണ്, എനിക്ക് അതുവരെ നിന്നെൻ്റെ ക്യാഷ് കിട്ടി, ഇത്രയും നാളത്തെ ഇത് മതി. അതുകൊണ്ടാണ് ഞാൻ അതിൽ വലുതായിട്ട് പ്രതികരിക്കാഞ്ഞത്. അല്ലെങ്കിൽ ഇറങ്ങി വന്നിട്ട് എനിക്ക് പറയും എന്തിനാ ഔട്ടാക്കിയാൽ മറ്റേ മറിച്ചാൽ വേണ്ട, ക്ലീശ സാധനങ്ങൾ വേണ്ട, പോട്ടെ. ഇപ്പം ഇക്ക പറഞ്ഞു, അതായത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, കുറച്ച് പേരെ ഔട്ടാക്കാൻ റീസൺ ഉണ്ട്, കുറച്ച് പേരെ ഇപ്പോൾ ഇക്കയെ പോലുള്ളവരെ ഔട്ടാക്കാൻ റീസണും ഇല്ലായിരുന്നു, പക്ഷേ ഔട്ടാക്കി. അപ്പം കുടുംബപരമായിട്ടും അല്ലെങ്കിൽ കുട്ടികളും മുതിർന്നവരും എല്ലാം കാണുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. അപ്പം ഒരുപാട് ഇപ്പം ഈ സീസൺ എന്ന് പറയുമ്പോൾ ഒരുപാട് മോശം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കണ്ടസ്റ്റൻസ് ആണ് അവിടെ ഉള്ളത്. അതിൽ പ്രധാനമായിട്ടെന്ന് പറയാൻ ജാസ്മിനെ. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ജാസ്മിനെ ഇപ്പോഴും ആ ഒരു ബിഗ് ബോസ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്? അതാണ് നമ്മൾ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നൊരു കാര്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ജാസ്മിൻ, ഇപ്പം നമ്മൾ ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇത്രയും വൃത്തികെട്ട കാര്യമാണ് ഒക്കെയാണ്. പക്ഷെ ഇപ്പോഴും ആ ഷോ കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത് ഈ ഒരു വ്യക്തിയുടെ പേരിൽ തന്നെയാണല്ലോ. ജാസ്മിൻ ഒരു എപ്പിസോഡിൽ ഇല്ലെങ്കിൽ ഷോ ഇല്ല, ആ രീതിയിലേക്ക് കാര്യങ്ങൾ ആയിക്കഴിഞ്ഞു. ഇനി ഇവർക്ക് മാറ്റാൻ പറ്റില്ല, ഷോ അടച്ച് നിർത്തേണ്ടി വരും. നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിക്കോ, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരാൾക്കായിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത്. ഒന്നീ ഈ ഏറ്റവും നെഗറ്റിവിറ്റി പ്രചരിപ്പിച്ച ജാസ്മിനും ഗബ്രിയും ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും ഇതിനകത്ത് പ്രൈസ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം റിനോഷ് ആണെങ്കിൽ ഇടയ്ക്ക് ലൈവിൽ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇപ്പം അഖിൽമാരാർ പറഞ്ഞത് ആ സമയത്ത് ഇപ്പം സ്ത്രീകളെ ഫേവർ ചെയ്യുന്നു, ആ സമയത്ത് എനിക്ക് ഫേവർ കിട്ടിയില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ അഖിൽമാരുടെ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ റിനോഷ് പറയുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് തോന്നിയത് അഖിലിനെ ഫേവർ ചെയ്യുന്ന പോലാണ് തോന്നിയെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നി അങ്ങനെയാണ് തോന്നിയത്. 100%. അതിൻ്റെ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞത്. ഇത് റിനോഷിനോടത്ത് നിങ്ങൾ ചോദിച്ചു നോക്കി, ഇവിടുന്ന് നിങ്ങൾ പേഴ്സണൽ വിളിക്കാൻ പറ്റും, വിളിച്ചു ചോദിച്ചു നോക്കൂ. ഞാൻ അവിടെ അന്ന് റിനോഷ് എല്ലാവരും ഇരിക്കുക, ഇവിടുത്തെ ഓൾ കണ്ടസ്റ്റൻസ് ഇരിക്കുക, അവിടെ ഇരുത്തിയാണ് ഞാൻ ഈ അഖിലിനെ വലിച്ചു കീറി ഒട്ടിക്കുന്നത്. അവിടെ ഒരക്ഷരം തിരിച്ച് മറുപടി പറയുന്നില്ല പുള്ളി. ഞാൻ പറയുന്നത് ഗെയിം പരമായിട്ടുള്ള സംഭാഷണമാണ്, വ്യക്തിപരമായിട്ടുള്ള അല്ല. ഞാൻ ആ ഗെയിമിൽ പുള്ളിക്ക് ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. കാരണം പുള്ളി അവിടെ നടത്തി വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, കാരണം അവർ പലരും ബാക്കി കണ്ടസ്റ്റൻസ് ചോദിക്കാത്ത കാര്യങ്ങൾ വരെ ഞാൻ ചോദിച്ചു. പുള്ളി ബാക്കിയുള്ളവരെ ഭയപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം വലിച്ചു കീറി. അപ്പോൾ പുള്ളിക്ക് നിക്കക്കളിയില്ലാതെ അത് ഏറെ ചെയ്തിരുന്നെങ്കിൽ അവിടെ അഖിലില്ല, 100% ഉറപ്പാണ്. ഈ സാധനമാണ് അദ്ദേഹം ബുദ്ധിപൂർവ്വം ചെന്നിട്ട് ആ മേളിൽ ആ ക്യാമറയിൽ ചെന്ന് 1/2 മണിക്കൂറോളം പുള്ളി അവിടെ സംസാരിച്ച്, എന്താണ് സംസാരിച്ചത് എനിക്കറിയില്ല. അതിനുശേഷമാണ് എന്നെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് പുള്ളിക്ക് മാനസികമായിട്ട് വേദനിച്ചെന്ന്. ബിഗ് ബോസിൻ്റെ സാധനമേ അതാണ്, മാനസികമായിട്ട് നമ്മൾ അവരെ ഇത് 100 വട്ടം വന്ന് 1 വട്ടം പറയുന്നതാണ്. മെൻ്റൽ ഗെയിമാണ്, മെൻ്റലി നിങ്ങളെ തളർത്തും. ഫിസിക്കലി അല്ല. ഞാൻ ചെന്ന് ഫിസിക്കലി ഒരാളെ ഇടിച്ചിട്ടില്ല. എൻ്റെ സീസൺ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, ഒരാളെ ഞാൻ ഇടിച്ചിട്ടുമില്ല, ഒരു തെറിവാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എടുത്ത് നോക്കും, ഒരു തെറി ഞാൻ വിളിച്ചിട്ടില്ല. അല്ലാതാണ് ഞാൻ മൈൻഡ് ഗെയിം ചെയ്തത്. ഈ 16 പേർക്കും എതിരെ ഞാൻ നിന്ന് കളിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു തെറിവാക്ക് നിങ്ങൾക്ക് ഇന്ന് കണ്ടുപിടിക്കാമോ? പറ്റില്ല.
അപ്പോൾ ഗെയിമാണ് അത്. ആ ഗെയിമിൻ്റെ ഇതിൽ തന്നെ നമ്മൾ കളിക്കണം, മനസ്സിലായേ? അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നത് അഖിലിൻ്റെ ആ ക്യാപ്സൂൾ വിട്ടിരുന്നെങ്കിൽ, ആ ഒരു സാധനം, ആ ഒരു ആക്ട് വിട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അഖിലിന് നേരെ, എനിക്ക് ഉറപ്പാണ് 100% ഞാൻ പറയുന്നു, അഖിലിന് ഇന്നുള്ള പേരൊന്നും ഉണ്ടാവത്തില്ല. അഖിൽ നേരെ താഴെ പോകും. എനിക്ക് മനസ്സിലാക്കിയത് അഖിലിന് വേണ്ടിയിട്ട് അന്ന് ഞാൻ റിയാസിനോട് വെച്ച് പറയുകയും ചെയ്തു, നമ്മൾ അഖിലിനെതിരെ ഒന്നും കളിച്ചിട്ട് കാര്യമില്ല, ഇത് അഖിലിന് വേണ്ടി ഒരിക്കൽ കളണം. നമുക്ക് പൂർണ്ണമായി ബോധ്യമായി. അഖിലിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു അതിന്. ഇനി എന്തെന്ന് പറഞ്ഞാലും ഞാൻ അതിനകത്ത് പോയതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മുമ്പേ പറഞ്ഞ പോലെ തന്നെ റിനൂഷിന്റെ വീഡിയോയിൽ അതേപോലെ സായിനെ പറ്റി പറഞ്ഞു, സീക്രട്ട് ഏജന്റിനെ പറ്റി പറയുന്നത്, അതായത് പുറത്ത് ഒരുപാട് സംസാരിച്ച് പല സീസണിനെ പറ്റിയും നിലപാടുകളും കാര്യങ്ങളും ഒക്കെ വ്യക്തമായിക്കൊണ്ടിരുന്ന ഒരാളാണ് സായി. പക്ഷെ അകത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ പുറത്ത് കണ്ടൊരു സായിയെ അല്ല കാണുന്നത്. അപ്പം അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് റിനോഷ്. അപ്പം അതിനെപ്പറ്റി ഇക്കേട്ടൊരു അഭിപ്രായം എന്താ? ഇപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം സായി എന്നുള്ള ആ കാറ്റഗറിയിൽ പെട്ടുന്ന എല്ലാവർക്കും ഉള്ളൊരു മറുപടിയാണത്. അവരൊക്കെ ചെയ്യുന്നത് അവരുടെ ഒരു സേഫായിട്ടുള്ള പ്ലേസിലിരുന്നിട്ടാണ്. ഇപ്പോൾ സായി തന്നെ എടുക്കാം. അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കാറിനുള്ളിൽ, അദ്ദേഹത്തിൻ്റെ വൈഫിനൊപ്പം, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനൊപ്പം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലോകത്തിരുന്നുകൊണ്ട് എന്തും നമുക്ക് പറയാം. അത് ഈ സായി മാത്രമല്ല പറയുന്നത്, ഇങ്ങനെ കുറേ പേരുണ്ട്. അവൻ അത് ചെയ്താലെന്ത്, ഗ്യാലറിയിൽ ഇരുന്നുകൊണ്ട് മറ്റേ കളിക്കാർക്ക് കൊട്ടേഷൻ കൊടുക്കുന്നവരുണ്ടല്ലോ, അവൻ ഇങ്ങനെ അടിച്ചായിരുന്നെങ്കിൽ മറ്റോ അങ്ങനെ പിടിച്ചാനല്ല, അവൻ അങ്ങനെ എറിഞ്ഞായിരുന്നു ഇങ്ങനെ അടിച്ചാനല്ലേ എന്ന് പറയുന്നത് പോലെയുള്ള കാര്യം. കളത്തിലിറങ്ങി കളിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കാര്യം അറിയാവുന്നത്. ഇപ്പോൾ കളത്തിലിറങ്ങിയല്ലോ, അങ്ങനെ ഉണ്ട് പുള്ളി. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പം നമ്മളൊക്കെ നോർമലി പറയുമ്പോൾ പറയാം, നമ്മൾ ലൈഫിൽ എങ്ങനെ വേണമെങ്കിലും എന്താ പറഞ്ഞാൽ ഫേക്കായിട്ട് നിൽക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്തേക്ക് ഇത്രയും ചുറ്റും ക്യാമറ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു പരിധിക്കുള്ളിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. എത്ര സംഭവങ്ങൾ വെച്ചാലും അത് പൊളിയും. കാരണം ഇത് നമുക്ക് അങ്ങനെ ഒരു അഭിനയിക്കുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട്. 24 hours അങ്ങനെ ചെയ്യാൻ പറ്റില്ല, മനസ്സിലായി? അപ്പോൾ അത് ഇപ്പോൾ ഒരു പുറത്തിരുന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു അരമണിക്കൂർ നമുക്ക് മാസ്ക് ഇട്ടുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ഇത്തരം ഒരു ഷോയിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യം തന്നെ പുറത്തു വരും. ഇപ്പം പിന്നെ അതാണ് ഇപ്പോൾ മറ്റേ പറയാൻ എൻ്റെ കൂട്ടത്തിൽ മറ്റേ ഇപ്പോൾ കയറിയില്ലേ അൻസിബയൊക്കെ അതിനകത്ത് ആദ്യത്തെ ആഴ്ച പോകേണ്ട കുട്ടിയാണ്. അൻസിബയും ശരണ്യ എന്നൊക്കെ പറഞ്ഞ കുട്ടികളൊക്കെ എന്തിൻ്റെ പേരിൽ അവരെ നിർത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തിൻ്റെ പേരിലാണ്? കാരണം അതിലെ അവരൊക്കെ ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. അവരൊക്കെ കുറേ ആഴ്ച കഴിയുമ്പോഴായിരിക്കും കാണിക്കുന്നത്. അവരെന്തെങ്കിലും ഒരു സാധനം കാണിച്ചാലും അത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മറ്റൊരു 100 സാധനം ചെയ്യുന്നതിനകത്തുനിന്നായിരിക്കും ഒരെണ്ണം ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇവരാകെ ഒരു ദിവസം ഒരെണ്ണേ ചെയ്യത്തുള്ളൂ. ആ ഒരെണ്ണം ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അത്രയും മോശം കണ്ടന്റാണ് വരുന്നത്, മനസ്സിലായി? ഒന്നിനും കൊള്ളാത്ത സാധനങ്ങളായിക്കാണ്. ഈ അൻസിബയും ഈ ശരണ്യൊക്കെ എന്തിനാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല, മനസ്സിലായി? അതൊക്കെയാണ് ചോദ്യചിഹ്നങ്ങളായിട്ട് നിൽക്കുന്നത്. അതേപോലെ ഇപ്പം ചില എപ്പിസോഡുകൾ നമ്മൾ കാണുമ്പം പ്രേക്ഷകർക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്. അതായത് പുറത്ത് നടക്കുന്ന കുറെ കാര്യങ്ങൾ ഇവർ അറിയുന്നുണ്ട്. ഒരിക്കലും ഇല്ല. അല്ല, ചില കാര്യങ്ങൾ, അതായത് എനിക്ക് ഒരാൾ ഇപ്പം അതിനകത്ത് റസ്മി ആണെന്ന് തോന്നുന്നു, പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കിന് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ്. പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അത് അനുഭവിക്കാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അല്ലാതെ അതിനകത്ത് ഒരു മെസ്സേജസ് പോലും അല്ലാതെ വരൂല. പക്ഷെ ഫാദറിന്റെ കാര്യം അവർ തന്നെ പറഞ്ഞിട്ടായിരിക്കും അറിഞ്ഞത്. ഇപ്പം ലാലേട്ടൻ പറഞ്ഞിട്ട് ഒരു ബ്ലോക്ക് അല്ലേ ഉള്ളൂ. ഈ ബ്ലോക്ക് ചിലപ്പം ഫോൺ ചെയ്തത് ഉണ്ടാകാം. അതിൽ എന്താ സംഭവിച്ചത്? കാരണം ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റും. എനിക്ക് അവിടെ ഒരിക്കലും ഒരു ഫോൺ വരികയോ വീട്ടിൽ നിന്ന് വിളിക്കുന്ന അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, മനസ്സിലായി? അപ്പോൾ ഈ ഫോൺ വിളിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്തായാലും അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്തെങ്കിലും ഒരു സൂചന അതിനകത്ത് കൊടുത്തു കാണുമായിരിക്കാം. അവരടുത്തൊക്കെ നിൽക്കും, ഫോൺ വരുമ്പോഴല്ലേ കേട്ടോണ്ടിരിക്കുമായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു സൂചന അതിൽ കൊടുക്കാൻ പറ്റും, ഫോണൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പോൾ പുറത്ത് കൊണ്ടുപോയാൽ തന്നെ എത്ര ഇനി ഇതെന്ന് പറയുന്നത് എന്തെങ്കിലും ചെറുതായിട്ട് അറിയാൻ പറ്റും. പുറത്ത് കൊണ്ടുപോയി എൻ്റെ ഒരു ഇതാണ്, ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടില്ല. പക്ഷെ അകത്തല്ലാതെ ഒരിക്കലും വേറെ പുറത്തുനിന്നൊരു മെസ്സേജ് വരില്ല. ഞാൻ പറഞ്ഞത് ഇതിനിടയ്ക്ക് പറഞ്ഞിട്ട് നമ്മൾ പകുതി വെച്ച് നിർത്തിയത്, ഇപ്പോൾ വയൽക്കാടായിട്ട് ഒരാൾ വന്നില്ല ആദ്യത്തെ കുറച്ച് ദിവസം, രതീഷ്. ഈ രതീഷ് ആക്ച്വലി കുറച്ച് ഒരല്പം ഓവറാണെങ്കിലും അദ്ദേഹം അവിടെ കണ്ടന്റ് കൊടുക്കുക. റോക്കിയൊക്കെ പിന്നെ ഈ ഫിസിക്കൽ അസോൾട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ അവിടെ നിന്ന് പോകുന്ന നല്ലൊരു മാസ് ആയിട്ടുള്ളൊരു കക്ഷിയായിരുന്നു, മനസ്സിലായി? ഈ രതീഷും അത്യാവശ്യം ഓവറല്ലാതെ ഒരു കുറച്ചുകൂടെ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ അടിപൊളി കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പുള്ളി. കുറച്ച് ഓവറായി പോയി എന്നുള്ളതാണ്. പക്ഷേ എന്നാലും അയാൾക്ക് താക്കീത് കൊടുത്തിട്ട് നിർത്താമായിരുന്നു. അയാൾ എടുത്ത് പുറത്ത് കളഞ്ഞു. ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹത്തെ ശവം പോലെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. കാരണം പറഞ്ഞ് പേടിപ്പിച്ച് വിരട്ടി, അങ്ങനെ ഒരാളെ ഒരിക്കലും അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് വിരട്ടി ഊപ്പാട് വരുത്തി അദ്ദേഹം അത് ഈ കൊണ്ടുവന്നപ്പോൾ തന്നെ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഉടനെ പുറത്ത് കളയുന്നു പറഞ്ഞാൽ അപ്പോഴും ഇൻസൾട്ട് ചെയ്യുക ലാലേട്ടൻ. അദ്ദേഹത്തിനെ മാസ്കൊക്കെ ഇട്ട് കൊണ്ടുവന്നതിൻ്റെ അന്ന് തന്നെ അദ്ദേഹം എന്തോ കാര്യത്തിന് പറയാൻ എഴുതേറ്റപ്പം ഇന്ന് തന്നെ നിങ്ങളെ പുറത്ത് കളയും ഇനി അങ്ങനെ, അതായത് പുള്ളി അപ്പോഴും മാനസികമായിട്ട് അങ്ങ് പീഡിപ്പിക്കുകയാണ്. അപ്പോൾ അവരെന്തോ ഗെയിം കളിക്കുന്നത്? അവർക്ക് പേടിയാണ് ഇപ്പോൾ ഗെയിം കളിക്കാൻ.
അങ്ങനെയാണ് ഇപ്പോൾ ആങ്കർ എന്ന രീതിയിൽ ഈ സീസണിൽ ഏറ്റവും മോശം പ്രകടനമായിരുന്നു ലാലേട്ടൻ കാഴ്ചവെച്ചത്. ആദ്യം അപ്പോൾ കളയേണ്ടതാരെയാണ്? ബിഗ് ബോസ് ഇത്ര വലിയ ബോസാണ്, ആദ്യം കളയേണ്ടതാരാണ്? ലാലേട്ടനെ എടുത്ത് കളയണം. അതിനുള്ള ഗട്ട്സ് ഉണ്ടോ? അതിനുള്ള ഗട്ട്സ് ഉണ്ടെങ്കിൽ അതാണ് ബിഗ് ബോസ്. ബോസ് അതാണ്, എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ ബോസ് അതാണ്. ഓക്കെ, ഇപ്പൊ ഈ സീസൺ കംപ്ലീറ്റ്ലി കാണുന്ന ഒരാളായിരിക്കും. അപ്പം ഇതിനകത്ത് ഏറ്റവും ഫേക്കായിട്ട് നിൽക്കുന്ന ഒരാൾ ആരെ പറയുവാണെങ്കിൽ ആരെ പറയും? അല്ല, ഏറ്റവും ഫേക്കായിട്ടല്ല, എല്ലാവരും റിയൽ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുമ്മി ചായലിടുന്നതും കുളിക്കാത്ത കാര്യങ്ങൾ പറയുന്നതും വൃത്തികെട്ട പ്രണയം കാണുന്നതും. ഇവരൊക്കെ ഫേക്കായിട്ട് ഒരു പക്ഷേ നിൽക്കുന്നതായിരുന്നല്ലോ. ഫേക്കായിട്ട് നിന്നതൊക്കെ കുറച്ച് അഭിനയിച്ച് നമുക്ക് കാണാനെങ്കിലും കുറച്ച് സംഭവങ്ങൾ വന്നേനെ. തുമ്മുമ്പോഴൊക്കെ മാറി ഇതൊക്കെ. ഇതിപ്പോൾ ഒറിജിനലായിട്ട് വീട്ടിൽ ചെയ്യുന്നതൊക്കെ അങ്ങ് ചെയ്യുന്നത്. തുമ്മുന്ന് ഞാൻ കുളിക്കത്തില്ല, 2 ദിവസം കഴിയുമ്പോഴേ ഇതാകത്തുള്ളൂ, അങ്ങനെയൊക്കെയുള്ള, അതായത് അതൊക്കെ വളരെ ഇതായിട്ടുള്ള സംഭവങ്ങളാണ്. മനസ്സിലായോ? ജെന്യൂനായിട്ട് ഒരാളെങ്കിലും നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എല്ലാവരും ജെന്യൂനായിട്ടാണ് നിൽക്കുന്നത്. ഇത് ഫേക്കായിട്ട് നിൽക്കുന്നില്ലല്ലോ പറഞ്ഞത്. ഫേക്കായിട്ട് നിന്നാൽ ഇതൊന്നും ചെയ്യത്തില്ലല്ലോ. ഇപ്പൊ തുമ്മിച്ചായടിനൊക്കെ അദ്ദേഹം വീട്ടിൽ ചെയ്യുന്ന കാര്യം തന്നെ ഇവിടെ ചെയ്യുന്നത്. കുളിക്കുന്നില്ല, അദ്ദേഹം വീട്ടിൽ കുളിക്കുന്നില്ല, ഇവിടെ അതൊക്കെ തന്നെയാണ്. അതിനൊക്കെ പ്രണയത്തിന്റെ ഇത്, അതൊക്കെ അങ്ങനെ പ്രണയിക്കാൻ ആർക്ക് പറ്റും? ഒരേ സമയത്ത് അവിടെ ഒരാളെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഇയാളുടെ അടുത്ത് പ്രണയം കാണിക്കുക, അതൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരേ സമയം രണ്ടുപേരെയൊക്കെ. അല്ലെങ്കിൽ അത് പ്രണയമൊക്കെ എന്ത് ഇതാണോ പ്രണയം? അതായത് ജനങ്ങൾ മണ്ടരാണോ? ഫേക്കായിട്ട് നിൽക്കണമായിരുന്നു. ഇവരെല്ലാം ഫേക്കായിട്ട് നിന്നാൽ കൊള്ളായിരുന്നു കുറച്ചുകൂടെ. എന്താണ് എല്ലാവരും പക്ക ഒറിജിനലായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും ഒറിജിനലായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ ഈ ഒറിജിനാലിറ്റി വേണ്ടായിരുന്നു. പക്ഷേ കുറച്ചൊക്കെ ഫേക്കാവായിരുന്നല്ലോ. ആകാമായിരുന്നു. അല്ലെ അത്രയും നല്ല കണ്ടസ്റ്റൻ്റ് ആയിരിക്കണം. ഒറിജിനലായിട്ട് നിന്നാലും മാസമായിട്ട് നിൽക്കുന്ന, അല്ലെ അടിപൊളിയായിട്ട് പ്രണയിക്കാൻ അറിയാവുന്ന അങ്ങനെയുള്ളവരായിരുന്നു ഈ കൊള്ളായിരുന്നു. ഇക്ക അഖിൽമാരായുടെ നമ്മുടെ ആ ലൈവ് വീഡിയോയിൽ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം, അതായത് എല്ലാവരുടെയും മുമ്പിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിബിന് മറ്റേ ഡ്രഗ്സ് എന്തോ കൊടുത്തു, അല്ലെങ്കിൽ എന്താ അവന് ഭ്രാന്തില്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ മനോരോഗ്യം അല്ലാത്ത ഒരാൾക്ക് ഇത് കൊടുത്ത് അവനെ അങ്ങനെ ആക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഒരു ആരോപണം അഖിലിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. അഖിലല്ലേ പറഞ്ഞത്? ഈ ചിലരുടെ സ്ട്രാറ്റജി ഉണ്ട്. ഒരു 50% സത്യം പറഞ്ഞ് ആൾക്കാർ വിശ്വസിക്കുന്ന രീതിയിലേക്ക് ആക്കി സത്യമായിരിക്കും അത്. അതിൻ്റെ ഇടയിൽ കൂടെ 50% കള്ളക്കൂടെ അങ്ങ് തിരികെ കയറ്റി വിടും. അപ്പോൾ ബാക്കി ആ സത്യത്തിലൂടെ കള്ളം അങ്ങ് പോകുമെന്നാണ് ചിലർ വിചാരിക്കുന്നത്. 100% കള്ളത്തരമല്ലേ അത്? ഡ്രഗ്സ് എന്തോ നമ്മൾ ഓക്കെ, ചില കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങ് പുള്ളി പറയും സത്യമാണെന്ന് എനിക്ക് വിശ്വാസമല്ല അതിൽ. ഒരു ചാനലിൽ ചെന്നിട്ട് ഈ ഡ്രഗ്സ് കൊടുത്ത് വിടുക എന്ന് പറഞ്ഞാൽ പുറത്തു വന്ന് പരിശോധിച്ച് അറിയത്തില്ലേ പുള്ളിയുടെ ശരീരത്തിൽ എന്ത് ഡ്രഗ്സാണ് കൊടുത്തത്, പുള്ളിക്ക് എന്താണ് അസുഖം? അതിനോടൊന്നും ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. മനസ്സിലായോ? അതൊന്നും ഒരിക്കലും സത്യമായൊരു കാര്യമല്ല. ഇപ്പൊ ആ വീഡിയോ ഇപ്പൊ ഇടുമ്പം തന്നെ നമ്മൾ ലൈവ് പോകുമ്പോൾ തന്നെ നമുക്ക് കമന്റ് ഇടാൻ പറ്റുമല്ലോ പ്രേക്ഷകർക്ക്. ഇപ്പൊ അഖിൽ ആ ഒരു വീഡിയോ കൊടുത്തിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയാണ്. അപ്പൊ പ്രേക്ഷകരുടെ ഒരു അവകാശമാണ്. ഇപ്പൊ തെളിവുണ്ടെന്ന് പറയുമ്പോഴത്തേന് ആ തെളിവ് കാണിക്കാൻ എന്ന് പറയുന്നത് അവരുടെ മൗലിക അവകാശമാണ്. പ്രേക്ഷകരുടെ അടുത്ത് വന്ന് നമ്മൾ പറയുകയാണ് ഇന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ആ പ്രേക്ഷകരുടെ അടുത്ത് വന്ന് പറഞ്ഞില്ലേ കുഴപ്പമില്ല. നമ്മുടെ ഒരു പേഴ്സണലായിട്ട് വെച്ച പ്രേക്ഷകർക്ക് ചോദിച്ചാൽ അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ പ്രേക്ഷകരോട് ഒരു കാര്യം വന്ന് പറയുകയാണെങ്കിൽ അവർ ചോദിക്കുകയാണ് ശരി ഇതിൻ്റെ ഒരു തെളിവ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആ പറഞ്ഞ ആൾക്കുണ്ട്. പക്ഷെ ഇത് കമന്റ് വരുമ്പോഴത്തേക്കിന് പറയുന്നത് എനിക്ക് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ കാണിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കാണിക്കേണ്ടടുത്ത് കാണിച്ചോളാം എന്നുള്ളൊരു മറുപടിയാണ് കൊടുക്കുന്നത്. കാണിക്കേണ്ടടുത്ത് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അതെ, ഈ ജനങ്ങളോട് പറയണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഒരു കാര്യം ജനങ്ങളോട് വന്നിട്ട് ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ അത് ഇത്രയും ഭയങ്കര ചെറിയ കാര്യമല്ലല്ലോ. സ്ത്രീകൾ കിടന്നു കൊടുത്തിട്ട് ബിഗ് ബോസിൽ വരുന്ന കാര്യമാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ആധികാരികമായിട്ട് ജനങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ അതിനുള്ള ബാക്കിയുള്ള ജനങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരവ് കൂടെ പുള്ളി അത് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതായത് ലൈവ് വീഡിയോസ് വന്നു, അതിനെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ എന്തായാലും ഫിറോസിക്ക താങ്ക് യു സോ മച്ച്. ഇനിയും മറ്റൊരു ചർച്ചാ വിഷയമായിട്ട് കാണാൻ പറ്റും. എന്തായാലും അത് വേറൊരു കാര്യമുണ്ട്. നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പേടി കൂടാതെ പറയുന്നിടത്തോളം കാലം നമുക്കിങ്ങനെ വിഷയങ്ങൾ ഒരുപാടുണ്ടാകും. മനസ്സിലായി? നമുക്ക് ഈ പേടിയില്ലാത്ത ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ ഓരോരുത്തരും ആ ചിന്തിക്കാൻ തുടങ്ങുന്നിടത്ത് കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അല്ല മറ്റവർ പറയുന്ന ഒഴുക്കിനൊത്ത് ഒഴുകാനൊന്നും നമുക്ക് പറ്റത്തില്ല. മറ്റവർ പറയുന്ന എല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് എല്ലാം ശരിയാണെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല. ഇതൊക്കെ ഇതിൻ്റെ ബാലൻസ് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഒരുപാട് കാര്യങ്ങൾ വരും. ഇപ്പം എന്തൊക്കെയാണ് വരുന്നതെന്ന് എനിക്കറിയാം. അതൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഈ സത്യം പറഞ്ഞവരെല്ലാം ക്രൂശിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. അറിയാമല്ലോ നമ്മുടെ ഹിസ്റ്ററി കംപ്ലീറ്റ്. എനിക്കൊരു വിഷയമല്ല. ഇവരൊന്നും അല്ല എനിക്ക് മറ്റേ കഴിക്കാനുള്ള അരി മേടിക്കാൻ പൈസ തരുന്നതൊക്കെ.
മനസ്സിലായി. അതുകൊണ്ട് ഇനിയും പറയും, ഞാൻ ജീവിച്ചിരിക്കുന്ന അതിനെ തല്ലിക്കൊന്നാ ഓക്കെ, അതുവരെ എനിക്ക് സംസാരിക്കാൻ കഴിവുള്ളിടത്ത് വരെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ 100% ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആരും ശരിയല്ല 100%. ഒരു വ്യക്തികളുടെ ലോകത്ത് 100% കറക്റ്റ് അല്ല. മനസ്സിലായ? എൻ്റെ തെറ്റുകളുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കാം. ഓക്കെ, വളരെ ഹാപ്പി ആയിട്ട് ഞാൻ കൈ കൊടുക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും എനിവേ താങ്ക് യു സോ മച്ച് ഇക്ക. താങ്ക്സ് ടു യു. ഇനി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.